അപ്പൊ പാച്ചുവിന് ഒരു അനുജത്തി ആയിരിക്കും വരുന്നതെന്ന് എല്ലാരും വിചാരിച്ചു. എന്നാ നമുക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ് വളരെ ആക്സിഡന്റ് ആയിട്ട്. കാരണം ശാന്തൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആവേണ്ട സമയത്ത് ശാന്തരാണ്. ഞാൻ ജോലി നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് നല്ലൊരു ജോലിക്കാരിയെ കിട്ടുമെന്നുള്ളതിന്റെ ബേസിസിലായിരുന്നു. കുറച്ചും കൂടെ ചെയ്യണമായിരുന്നു എന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ആളെ ചേട്ടൻ. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ച് എന്ത് പേരുണ്ട്, ഞാൻ വെച്ചത് കുലസ്ത്രീ വൈബ്സ്, അങ്ങനെ പേരിട്ടാലോ. അത് വല്ലാണ്ട് ഓവറായി അത് ഇത്തിരി നെഗറ്റീവായി മാറുകയാണ്. പ്രേമം, പ്രണയം, അതൊക്കെ ഒരു സമയത്ത്. ഇപ്പൊ എന്റെ പേര് ദീപ വിജയൻ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഓണർഷിപ്പ് എന്റെ അച്ഛനാണെന്നും, ദീപ രാഹുലീശ്വർ ആണെങ്കിൽ എന്റെ ഓണർഷിപ്പ് എന്റെ ഭർത്താവാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റാൻഡ് തന്നെയായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു രാഹുലീശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഓർമ്മ വരുന്ന ഒരു വാക്കായിരിക്കണം. പക്ഷെ എന്തും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കായിരിക്കണം. പക്ഷെ എത്ര മറക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഓർമ്മ വരും. ലോകരെല്ലാവരും ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യിച്ചെങ്കിലും എനിക്കതിൽ യാതൊരു അർത്ഥവും ആ ടൈമിൽ എനിക്ക് കണ്ടില്ല. ടെലിവിഷൻ അവതാരകയായി പ്രേക്ഷക ഹൃദയങ്ങൾ ഇടം നേടിയ, മലയാള സിനിമയിലെ ചില വേഷങ്ങളിലൂടെ പ്രേക്ഷക മുന്നിലേക്ക് എത്തിയ, കോർപ്പറേറ്റ് മേഖലയിൽ HR എന്ന നിലയിൽ കഴിവ് തെളിയിച്ച, ലൈഫ് കോച്ചായി ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം. ഞാൻ പറഞ്ഞു വന്നത് ദീപ രാഹുലീശ്വരനെ കുറിച്ചാണ്. സ്വാഗതം. താങ്ക് യു. ഈ ചിരി വന്ന വേറെ ഒന്നുമല്ല, സിനിമയിൽ കുറെ കഥാപാത്രങ്ങൾ കയറുമ്പോൾ ഞാൻ ഏത് കഥാപാത്രം എന്നായിരിക്കും എല്ലാവരും ഇപ്പൊ ആലോചിക്കണേ. അധികം ഒന്നുമില്ല, ഒരു ക്യാരക്ടറേ ഉള്ളൂ കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ഏറ്റവും പുതിയ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. അപ്പം ദീപയ്ക്ക് ഇപ്പൊ ഒരു കുഞ്ഞുമകൻ, രണ്ടാമത്തെ മകൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദീപ തന്നെ പറഞ്ഞോളൂ ദീപയുടെ ഏറ്റവും പുതിയ ഫാമിലി വിശേഷങ്ങൾ. ഓക്കെ, ആക്ച്വലി രണ്ടാമത്തെ ഒരാളാവാൻ പോകുന്നു എന്ന് ഓർത്തപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു. മൂത്താള് പാച്ചു, എനിക്കൊന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറേ നാളോട് ഞാനൊന്നും ഇടുന്നില്ല കേട്ടോ, ഭയങ്കര ബിസിയാണ്. രണ്ടാമത്തെ ആളും കൂടെ വന്നപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞ് വന്നതിന് ശേഷം കുറേ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സമയം കിട്ടുന്നില്ല, ഉറങ്ങാനേ സമയമുള്ളൂ. എന്ന് വെച്ചാൽ രാത്രി ഉറക്കമില്ല, അപ്പോൾ രാവിലെ ഉറങ്ങാനേ സമയമുള്ളൂ. കൂടാതെ ഞാനിപ്പോൾ വർക്കിൽ കയറി, ഞാൻ ആറാഡോണ്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതും ഇതും എല്ലാം കൂടി നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പാച്ചുവിനെ എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട്. പാച്ചു ഇസ് വെരി ഫെമിലിയർ ആണ്. അപ്പോൾ പാച്ചുവിന് ഒരു അനുജത്തി ആയിരിക്കും വരുന്നതെന്ന് എല്ലാവരും വിചാരിച്ചു. എനിക്കും അങ്ങനെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഇത്തിരി റെസ്പോൺസിബിൾ ആവും, ഒരു അനിയത്തി ഉള്ളപ്പോൾ അല്ലേ. ഹരിക്ക് അനിയത്തി ഉണ്ടോ? അനിയത്തി ഉണ്ട്. അപ്പോൾ ഹരി ഒരു നല്ല റെസ്പോൺസിബിൾ ചേട്ടനായിരിക്കും. അനിയത്തിയോട് നമുക്ക് ചോദിക്കണം, അത് വേറെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനെ ഒന്ന് കുറച്ച് റെസ്പോൺസിബിൾ ആക്കാൻ ഒരു അനുജത്തി ആയിരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം എനിക്ക് 2 ആൺകുട്ടികളെ തന്നെയാണ് തന്നത്. അപ്പോൾ രണ്ടാമത്തേതും മോൻ തന്നെയാണ്. മൂത്ത ആളുടെ പേര് യാഗ്, രണ്ടാമത്തെ ആളുടെ പേര് യുഗ് എന്നാണ്. അപ്പോൾ യാഗം യുഗം ഈ 2 അർത്ഥങ്ങളാണ്. ആ പേര് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ചർച്ചയായിട്ടുണ്ടായിരുന്നു, പല ഇന്റർവ്യൂവിലും ദീപ പറഞ്ഞിട്ടാണ്. വ്യത്യസ്തമായ ഒരു പേരാണ്. വളരെ വ്യത്യാസമാണ്. മൂത്ത ആളുടെ പേര് ആക്ച്വലി ആദ്യം നമ്മൾ പ്രയാഗ് എന്നായിരുന്നു ഇട്ടത്. എന്നിട്ട് നമുക്ക് മനസ്സിൽ ഇങ്ങനെ കിടന്നു, പ്രയാഗ് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചേട്ടൻ എഴുതി കൊടുക്കാൻ നേരത്ത് എൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു, ശരിക്കാണോ എഴുതി കൊടുത്തേ, പേര് മുഴുവൻ എഴുതിയോ, അതോ അവസാനം സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പ്രായമില്ലാതെ യാഗ് മാത്രമേ കാണുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ്റെ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ചേട്ടൻ്റെ മനസ്സിൽ പെട്ടെന്ന് യാഗ്, അത് നല്ല പേരാണല്ലോ, എന്നാൽ നമുക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ്. വളരെ ആക്സിഡൻ്റ് ആയിട്ട്. കാരണം ആ പേരിൻ്റെ ഒരു അർത്ഥത്തിന് അതിൻ്റെതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. യാഗം അല്ലേ, പൂജ, യാഗം എന്ന കർമ്മങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഭയങ്കര സാങ്ക്ടിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതങ്ങനെ ഒത്തു വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് വേറെ ഒന്നും ആലോചിക്കട്ടെ, നമുക്ക് യാഗ് മതി എന്ന് പറഞ്ഞിട്ട് അവന് യാഗ് ഇട്ടു. വീടിൻ്റെ പേരും യാഗാണ്. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ രണ്ടാമത്തെ ആൾ വന്നത്. അപ്പോൾ അവൻ്റെ പേര് ഞാനാണ് സെലക്ട് ചെയ്തത്. എനിക്ക് ഒരാൾ യാഗം അല്ലെങ്കിൽ ഒരാൾ യുഗം, ഈ യുഗം എന്ന് പറയുന്ന ഒരിത്. അപ്പോൾ യുഗ് എന്നാക്കാന്ന് വെച്ചാൽ യുഗ് കുറച്ചും കൂടിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. യാഗ് ടോട്ടലി റെയറാണ്, എങ്ങും കേട്ടിട്ടില്ല യാഗ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഇപ്പം കോളേജ് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇവരെങ്ങനെ ആൾക്കാർ അഡ്രസ് ചെയ്യുമെന്നാണ് ഞാൻ യാഗേ യുഗേ. അതൊരു വലിയ പ്രശ്നമാണ്. ശരിയാ. അപ്പൊ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഇവരെ പാച്ചുവും യുഗിയുമായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. മൂത്താളെ നമ്മൾ പാച്ചു എന്നാണ് വിളിക്കുന്നത്, രണ്ടാമത്തെ ആളെ നമ്മൾ യുഗി എന്നാണ് വിളിക്കുന്നത്. പിന്നെ എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ അച്ചുകുട്ട എന്നൊക്കെ വിളിക്കാതെ വേറെ, പക്ഷെ അവന്റെ ഒഫീഷ്യൽ പെറ്റ് നെയിം എന്ന് പറയുന്നത് യുഗിയാണ്. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ഒരുത്തിനെ പാച്ചു എന്നും ഒരുത്തിനെ യുഗി എന്നും ആയിരിക്കും വീട്ടിൽ, ഐ മീൻ കോളേജിലും സ്കൂളിലും. അല്ലാതെ ഈ പറയുന്ന പോലെ യാഗ നിങ്ങൾ ഭയങ്കര ഓടാണ്. പക്ഷെ എവിടെയെങ്കിലും പറയാനൊക്കെ നല്ല യാഗ് രാഹുൽ, യുഗ് രാഹുൽ, ഒരു ഇത്തിരി എടുത്ത് ഒരു ഗുമ്മുള്ള പേര് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ. അങ്ങനെയാണ് എൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അവനിപ്പോൾ 9 മാസമായി. ഭയങ്കര ചട്ടമ്പി, ടോട്ടലി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. കാരണം എൻ്റെ മൂത്താൾ ഭയങ്കര ശാന്ത സ്വഭാവമാണ്.
അപ്പം അതാരാണ് നിങ്ങൾ ദീപയിലും രാഹുലിനും ആരാണ് കൂടുതൽ ശാന്തരായിരിക്കും? ശാന്തൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആവേണ്ട സമയത്ത് ശാന്തരാണ്. രണ്ടുപേരും രണ്ട് ഭാവം ഉണ്ടല്ലേ? രണ്ടുപേർക്കും രണ്ട് ഭാവങ്ങളും ഉണ്ട്. പക്ഷെ ദേഷ്യം വരുമ്പോൾ രണ്ടുപേർക്കും എല്ലാം പോകും. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ശാന്ത സ്വഭാവം. ചേട്ടൻ പൊതുവേ ഭയങ്കര പേഷ്യൻസ് ഉള്ള ആളാണ്. എനിക്ക് പൊതുവേ അങ്ങനെ ഭയങ്കര പേഷ്യൻസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആണ്, ഏത് രീതിയിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി ചേട്ടനില്ലാത്ത ഭാഗ്യം, എനിക്ക് എന്തും പറയാം. സാധാരണ ഇന്റർവ്യൂസ് ഞാനും ചേട്ടനും കൂടി ആയിരിക്കണേ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തും പറയണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെയാകുമ്പോൾ ചേട്ടൻ ആക്ച്വലി ഭയങ്കര പേഷ്യൻസ് ആണ്. അപ്പം എന്ത് പറഞ്ഞാലും ചേട്ടനെ മാക്സിമം ടോളറേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിൽ തീരെ നിക്കക്കളില്ലാതെ വരുമ്പോൾ മാത്രമാണ് ചേട്ടൻ സംസാരിക്കുമ്പോൾ ഒരു ഒന്നൊന്നര സംസാരമായിരിക്കും. പക്ഷേ ടെലിവിഷനിലൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അഗ്രസീവായിട്ട് തോന്നുന്നു നമുക്ക്. ആൾ അഗ്രസീവ് ആണ്. ആളുടെ അടുത്ത് തർക്കിക്കാനേ പറ്റില്ല. അതിന് മുൻപ് ഒരു ബിഹൈൻഡ് വേർഡ്സിനാണ് തോന്നുന്നത്. ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രാഹുലിൻ്റെ അടുത്ത് തർക്കിച്ച് ജയിക്കാനേ പറ്റില്ല. അവസാനം ഞാൻ ഇത്രയും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണെങ്കിലും ഒരു തർക്കം പോലും ഇന്നേ വരെ ഞാൻ ജയിച്ചിട്ടില്ല. ചേട്ടൻ തന്നെ തർക്കിച്ച് ജയിക്കുള്ളൂ. അവസാനം നമുക്കങ്ങ് മടുത്ത് നമ്മൾ ശരി എന്തെങ്കിലും ആയിക്കോട്ടെ വിടും, അങ്ങനെയൊക്കെ പോകും. അങ്ങനെയാണ് ചേട്ടൻ ജീവിച്ചു പോകുന്നത്. ചേട്ടൻ ഇഫ് യു കനോട്ട് പരിചിതമായ ഒരു ക്യാരക്ടറാണല്ലോ. അപ്പം യുഗിലും യാഗിലേക്കും തന്നെ തിരിച്ചു വന്നല്ലോ. എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. മൂത്താറിന് എത്ര വയസ്സുണ്ടാവും? അവനിപ്പോൾ 7 വയസ്സ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്. വർക്കിന്റെ ഇടയിൽ കുട്ടിയും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് എൻ്റെ ആക്ച്വലി അത് പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അവന് 2 ഇയേഴ്സ്, എൻ്റെ ആദ്യത്തെ കുഞ്ഞ് LKGയിലായി. പിന്നെ ഒരു 2 ഇയേഴ്സിന് ഒരു ബ്രേക്ക് എടുത്തു. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓഫീസിലേക്ക് പോകേണ്ട സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു, ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് ഐ ടോക്ക് 2 ഇയർ ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ ആളുമായിട്ട് ഞാൻ തിരിച്ച് കയറാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു. ആ 2 വർഷം വീട്ടിലിരുന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു. ഇതിനു മുൻപ് ഞാൻ IBSലായിരുന്നു. അപ്പോൾ IBSലായിരുന്നപ്പോഴത്തേക്കും ഒരുപാട് പേരുണ്ട്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. എല്ലാവരെയും കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് 2 വർഷം വീട്ടിലിരുന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ കുറച്ചാൾ ഞാൻ എൻജോയ് ചെയ്തു. എന്ത് രസം, ഇങ്ങനെ വേണം ജീവിക്കാൻ, വെറുതെ ഇരിക്കണം, രാവിലെ എണീറ്റ് നിൽക്കാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ 1 മാസം, 2 മാസം, 6 മാസം അതിനപ്പുറം ആകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ചൊറിഞ്ഞു തുടങ്ങി. എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഒരു ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അത് ട്രീറ്റ്മെൻറ്റ് തന്നെ കുറേ നാളെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ബാക്കി പേഴ്സണൽ പ്രയോറിറ്റീസായി. രണ്ടാമത്തെ കുഞ്ഞ് കൺസീവായി. പിന്നെ ഈ വീട് ഞങ്ങളുടെ പുതിയ വീടാണ്. അപ്പോൾ അതെല്ലാം വെച്ച് മാറുന്ന ഇതിൻ്റെയൊക്കെ സെറ്റപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ബ്രേക്ക് അങ്ങ് നീണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിന് രണ്ടാമത്തെ ആൾക്ക് 6 മാസമായപ്പോൾ ഞാൻ 6 മാസം ആവാൻ നോക്കിയിരുന്നു. ഞാൻ വേറെ ജോലി നോക്കി, എനിക്ക് ഇനിയും ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ജോലി നോക്കി. അങ്ങനെയാണ് ആരാഡോണിയിൽ കയറിയത്. ആരാഡോണിയിൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രഷർ, ഞാൻ 3 മാസം കഴിഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രഷർ ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും എല്ലാവരും. ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പല കമ്പനി എടുത്താൽ അവരെ കോർപ്പറേറ്റ് സൈഡിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ചിലപ്പം കരിയറിൽ ഡെലിവറി അസോസിയേറ്റഡ് ആയിട്ടോ മറ്റു രീതിയിലോ സ്ത്രീകൾക്ക് എടുക്കേണ്ടി വരുന്ന ബ്രേക്കിൽ നിന്ന് അവർ കരിയറിലേക്ക് റീജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം ദീപയ്ക്ക് അങ്ങനെ ഒരു സ്ട്രഗിള് കരിയറിൽ തിരിച്ച് റീറ്റെയിൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ തിരിച്ച് RRDയിലേക്ക് ഇപ്പോൾ കയറിയെന്ന് പറഞ്ഞു, അതിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തോ അതോ ജേർണി വളരെ സ്മൂത്ത് ആയിരുന്നു? ടു ബി ഓണസ്റ്റ്, ജേർണി വളരെ സ്മൂത്ത് ആയിരുന്നു. പക്ഷെ അതൊരു ഭാഗ്യം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇന്റേണലി ആ ജേർണി എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എല്ലാവരും മൂവ് ഓൺ ചെയ്തു, ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ആം ഐ മിസ്സിങ് ഔട്ട്, എനിക്കിപ്പോൾ ഇനി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് ഒക്ടോബറിൽ ജനിച്ചു. നവംബർ, ഡിസംബർ ഞാൻ ജോലി നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് നല്ലൊരു ജോലിക്കാരിയെ കിട്ടുമെന്നുള്ളതിൻ്റെ ബേസിസിലായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്കാരിയെ കിട്ടിയില്ല, ഞാൻ ഇന്നും വീട്ടിലിരുന്നേനെ. അപ്പം കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് നല്ലൊരാളെ കിട്ടി. അപ്പം ഞാൻ തീരുമാനിച്ച കൊള്ളാം, ഇനി വേണമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട് ജോലി നോക്കാം. അങ്ങനെ ഞാനൊരു ഫെബ്രുവരിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ CV അപ്ഡേറ്റ് ചെയ്തതും നോക്കി തുടങ്ങിയതും. ഫെബ്രുവരി മാർച്ച് ടൈമിൽ തന്നെ RRDയിൽ നിന്ന് കോൾ വന്നു. അവർക്കൊരു 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, കേസ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ IBSലെ ആദ്യത്തെ മാനേജർ സഞ്ജിത്തുമായിട്ട് ഐ വാസ് ഇൻ ടച്ച്. CV അപ്ഡേറ്റ് ചെയ്യാനും അഡ്വൈസ് ചോദിക്കാനും ഓരോ റൗണ്ടിലെ ഇൻ്റർവ്യൂവിന് എല്ലാം സഞ്ജിത്ത് തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു, എക്സ് കൊളീഗ്സ് ഉണ്ടായിരുന്നു, അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഫുൾ സ്വിങ്ങിൽ ഞാൻ കയറി. ഓരോ ഇൻ്റർവ്യൂവും കഴിഞ്ഞു.
വേറെ എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്ന വന്നില്ല. ആദ്യം RRD നിന്ന് കോൾ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിയപ്പോഴാണ് നമുക്ക് പൊതുവേ സ്ത്രീകൾക്ക് ഈ ഗ്യാപ്പ് വരുന്നത് ഡെസിഗ്നേഷനിലാണ്. നമ്മൾ പോകുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കയറിയിട്ട് പിന്നെയാണ് നമുക്ക് മാനേജർ ആവാൻ പറ്റുക. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ അത്രയും നാൾ ചെയ്ത ആ ഒരു നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കി ഇൻ്റർവ്യൂവിൽ നമ്മുടെ അറിവ് അവർ വിലയിരുത്തിയതിന് ശേഷം ഇഫ് വി ആർ ഡിസേർവിങ് ഓഫ് എ നെക്സ്റ്റ് പൊസിഷൻ അത് തന്നെ തരണം. പല കമ്പനീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് സാലറിയോ ബഡ്ജറ്റോ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അസിസ്റ്റൻറ്റ് മാനേജറിലേക്ക് കയറ്റും. പക്ഷേ എനിക്ക് RRD അങ്ങനെ സംഭവിച്ചില്ല. അവർ വളരെ ഫെയർ ആയിരുന്നു. എന്നെ അടുത്ത ലെവലിലേക്ക് തന്നെ അവർ പൊസിഷൻ ചെയ്തിട്ട് ആണ് അവർ കയറ്റിയത്. എന്തുകൊണ്ടും ഞാൻ ഈ അടുത്തിടയ്ക്ക് എടുത്ത ഡിസിഷനിൽ ഏറ്റവും നല്ല ഡിസിഷനായിരുന്നു തിരിച്ച് ജോബിലേക്ക് കയറാനും RRDയിൽ ജോയിൻ ചെയ്യാനും. വളരെ സപ്പോർട്ടീവായിട്ട് സുഖമായിട്ട് പോകുന്നു. അപ്പൊ ദീപ പറഞ്ഞു ഒരു 6 മന്ത് ബേബിക്ക് ആയ സമയത്ത് മൂവ് ഔട്ട് ചെയ്യാൻ, അതായത് ജോബിലേക്ക് തിരിച്ചു കയറാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഒരു ഹാർഡ് ഡിസിഷൻ ആണത്. കാരണം നമ്മൾ കുഞ്ഞുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. കുഞ്ഞപ്പോഴും നമ്മളിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാറായിട്ടില്ല. നമ്മളെ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് കാണുമ്പോൾ നാച്ചുറലി നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അപ്പം ആ ഒരു സമയം ഈ ഒരു ബാക്ക് ടു വർക്ക് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത സമയം നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും മെന്റൽ സ്ട്രഗിൾ വർക്ക് ടൈമിൽ കുഞ്ഞിനെ ഓർത്തിട്ട് നല്ലൊരാളിനെ കിട്ടിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും അമ്മ എന്നുള്ള നിലയിൽ മെന്റലി ഏതെങ്കിലും നിലയ്ക്ക് വർക്കിൽ പെർഫോം ചെയ്യുന്നതിനെ ഇത് ബാധിച്ചിരുന്നു? വളരെ നല്ല ചോദ്യം കേട്ടോ ഹരി. പക്ഷെ ഞാൻ ഐ ടെൽ യു സംതിങ്. എനിക്ക് പാച്ചു ഉണ്ടായ സമയത്ത് 6 മാസം കഴിഞ്ഞ് എൻ്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ച് IBSലേക്ക് തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ സെയിം കമ്പനി ആണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് അമ്മയാവുന്ന സമയമാണത്, അല്ലേ? ആദ്യമായിട്ട് അമ്മയാവുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞൊന്ന് തുമ്മിയാൽ നമ്മളന്ന് വർക്ക് ഫ്രം ഹോം എടുക്കും. പിന്നെ ജോലിക്കാരി വീട്ടിൽ പോയാൽ അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം പറയും. IBSലെന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഞാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എന്തുണ്ടെങ്കിലും ഐ ഹാവ് ടു ബി ദെയർ. പക്ഷേ എന്നെ കാലം കുറേ പഠിപ്പിച്ചു. പിന്നെ അത് ഞാൻ 6-7 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ കുഞ്ഞാവുന്നത്. അപ്പോൾ കുറേ ഞാൻ പഠിച്ചു. ആസ് എ വുമൺ, ആസ് എ മദർ ഐ ഇവോൾവ്ഡ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് അമ്മമാരാവുന്ന ഞങ്ങൾ കിംസിലെ ഡെലിവറി കഴിഞ്ഞ സെറ്റ് അമ്മമാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ചില അമ്മമാർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കാം. കുഞ്ഞിനെ അവരെടുക്കാൻ നോക്കി, ഇവരെടുക്കാൻ നോക്കി, അവർ കരച്ചിൽ നിർത്താൻ നോക്കി, എനിക്ക് പറ്റില്ല എന്ന് അവരൊക്കെ പറഞ്ഞു. ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു, ഞാൻ അവരുടെ കരച്ചിൽ നിർത്തി കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇതൊരു കോമ്പറ്റീഷൻ അല്ല. കരച്ചിൽ നിർത്താൻ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെങ്കിലും ധൈര്യമായിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ കാര്യം നോക്കി സുഖിക്കാൻ പഠിക്കുക. ഇതെൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. രണ്ടാമത്തെ ആളായ സമയത്ത് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ വളരെ ഓക്കെ ആയി. മറ്റുള്ളവരുടെ കുഞ്ഞിനെ കൊടുക്കാനും മറ്റുള്ളവരെ കുഞ്ഞ് ഹാൻഡിൽ ചെയ്യാനും ഞാൻ വളരെ ഫ്രീ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. മറ്റേത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫ്ലാറ്റിലായിരുന്നു. ലിഫ്റ്റിലേക്ക് കയറിയ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ആദ്യത്തെ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ തിരിച്ച് മെറ്റേണിറ്റി ലീവായി കയറിയത്. പക്ഷേ ഇത് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് തിരിച്ചു പോയത്. പിന്നെ ഞാൻ പറഞ്ഞ കമ്പനിയുടെ സപ്പോർട്ടും എല്ലാം കാരണം എനിക്ക് അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രഗിൾ വന്നിട്ടേ ഇല്ല. എന്ന് വെച്ച് ഞാനൊരു ചീത്ത അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ വളരെ സമാധാനമായിട്ട് ഓഫീസിൽ പോയി ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വൺ, ഞാൻ കുറച്ചുകൂടി ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മെച്ചുവേർഡായി, ഞാൻ ഇവോൾവായി. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അമ്മയമ്മ വീട്ടിലുണ്ട്, അമ്മ നന്നായിട്ട് നോക്കിക്കോളും. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും തൊട്ടപ്പുറത്തുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും അവർ വരും. പിന്നെ മറ്റേതൊന്നുമല്ല, മറ്റേത് എനിക്ക് ഇവരാരും എനിക്ക് വിശ്വാസമില്ല, എനിക്ക് തന്നെ എല്ലാം ചെയ്യണം. അത് വെറുതെ ആണ്. ശരിക്കും അത് അന്നത്തെ ഒരു ബാലിഷ്യമായ ഒരു തോട്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞ വേർഡ് ഭയങ്കര ക്യാച്ചിയാണ്. അതായത് മെച്ചുവേർഡ്, അമ്മ എന്ന നിലയിൽ മെച്ചുവേർഡായി എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് ഇൻസൈറ്റ് ഉണ്ടാവുന്ന ഒരു ആൻസറാണ് ഇപ്പൊ ദീപ പറഞ്ഞത്. അപ്പം അമ്മ എന്ന നിലയിൽ മെച്ചുവേർഡ് ആവുക ഒരുപക്ഷെ നിരീക്ഷിച്ചുകൊണ്ട് മാത്രം പറ്റണമെന്നില്ല, അല്ലേ? നമ്മളതൊരു കുഞ്ഞിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ടേ പറ്റുള്ളൂ. ഒരുപക്ഷെ ദീപ ഇപ്പൊ പറഞ്ഞത് ഇനി ഒരുപക്ഷെ ആദ്യമായി അമ്മയാകാൻ പോകുന്നവർക്ക് ഏതെങ്കിലും നിലയിൽ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, ആദ്യമായിട്ട് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പലരും നമ്മളെ ഉപദേശിക്കും, അവനെ എന്തിനാ എപ്പോഴും പാമ്പേഴ്സ് കെട്ടിക്കുന്നത്, കുഞ്ഞിനെ നമ്മൾ ആദ്യമേ ഫ്രൂട്ട്സ് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ പിന്നീട് കഴിക്കാണ്ടാവും, അവനെന്താ വെള്ളം പോലും കൊടുക്കാത്ത 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്, ഒരുപാട് പേര്. അപ്പോൾ ഒക്കെ അവരോടൊക്കെ നമ്മൾ ഉത്തരം പറയാൻ നിൽക്കും ആദ്യമായിട്ട് അമ്മയാകുമ്പോൾ. പിന്നീട് നമുക്കറിയാം നമ്മൾ ഒരാളെ വളർത്തി, അവന് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും തർക്കിക്കാൻ നിൽക്കില്ല. എല്ലാവരെയും നോക്കി ചിരിച്ച് ശരി ശരി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ അങ്ങ് മുമ്പോട്ട് പോകും. ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ ഇത് രണ്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ആദ്യത്തെ പ്രഗ്നൻസി സ്ട്രെസ്ഫുൾ ആയിരുന്നു. എല്ലാ അമ്മമാരോടും പറയും, പ്ലീസ് ഗോ ഫോർ എ സെക്കൻഡ് ചൈൽഡ്. പ്രഗ്നൻസിയും ഡെലിവറിയും ആഘോഷിക്കണം, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് കാം ആൻഡ് കൂളായിട്ട് ഒരു പ്രഗ്നൻസി കൂടെ വേണം എന്ന് ഞാൻ പറയും. എൻ്റെ ലൈഫിൽ അതാണ് എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ചക്കര വാവെ ഞാൻ എൻ്റെ അമ്മയോ എൻ്റെ അമ്മായിയമ്മയോ ആരെ വേണമെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് അറിയില്ല, എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്.
ഞാനൊരു സ്ത്രീയല്ല എന്നാ പോലും ദീപ ഈ പറഞ്ഞ കാര്യം അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം. ഹരി പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള ലേണിങ്സ് ആണിത്. ഞാനേ അല്ല ഞാൻ അന്ന് ഞാൻ ഡെലിവറി തിരിച്ചു പോയപ്പോൾ എൻ്റെ കൊളീഗ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപ ഒരുപാട് നാളൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുഞ്ഞിൻ്റെ കാര്യം പണ്ട് ദീപ റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 10 വർഷം IBSൽ നിന്നു, അത് വേറെ കാര്യം. പക്ഷേ അന്നത്തെ ആളെ അല്ല ഇന്ന് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. സോ ജസ്റ്റ് റിലാക്സ്. പ്രിയങ്ക ചോപ്രയുടെ ഒരു വളരെ ഇൻസ്പയറിംഗ് ഒരു വീഡിയോ ഞാൻ ഈയിടെ കണ്ടു. ടു ഓൾ ദ വിമൻ, നിങ്ങൾക്കൊരു ഡ്രൈവ് ചെയ്യാൻ ഒരു ഡ്രൈവറെ കിട്ടുവാണെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് വീട്ടിൽ അടുക്കളയിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു മെയ്ഡിനെ കിട്ടുകയാണെങ്കിൽ എടുക്കുക. നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ ആരെ നമുക്ക് സഹായത്തിന് കിട്ടുമോ അതെടുക്കുക. എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. അത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റാണ്. റിലാക്സ് ആൻഡ് എൻജോയ് വുമൻഹുഡ്. ടേക്ക് ഓൾ ദി ഹെൽപ്പ് യു നീഡ്. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ്. നമ്മളെന്തിനാണ് ഈ എല്ലാവരെയും കാണിക്കുന്നത്? എനിക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ പറ്റും, എനിക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിന് കൊടുക്കും. അത് നമുക്ക് കൊടുക്കാം, ശരി ഞാറ് കിട്ടുമ്പോൾ കൊടുക്കാം. പക്ഷെ അങ്ങനെയും ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുമെന്ന് വെച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ള സമയം സന്തോഷമായിട്ട് കുഞ്ഞിനോട് ഇരിക്കാൻ നോക്കുക. അവനെ കൊഞ്ചിച്ചും അവരുടെ കൂടെ അവരുടെ ഇമോഷണൽ നീഡ്സ്, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയാനും ഒക്കെ നമ്മൾ കേൾക്കാൻ കൂടെ ഇരിക്കുക. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആളെ കിട്ടും. പക്ഷെ അവരോടൊപ്പം ഇമോഷണലി അവൈലബിൾ ആവാൻ നമുക്ക് എത്ര പൈസ കൊടുത്താലും ആളെ ഹയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വേണം നമ്മൾ കൂടെ ഇരുന്ന് ചെയ്യാൻ. ദാറ്റ് ഇസ് മൈ കോൺസെപ്റ്റ്. ദീപ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണല്ലേ? യെസ്, ബിടെക് ആണ്. പിന്നെ അതിന് MBA ചെയ്തു. അപ്പം സാധാരണ ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. അപ്പം നാച്ചുറലി നമുക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. ഒന്നുകിൽ IT അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിലേക്ക്. അപ്പം ദീപ അതല്ല ഓപ്റ്റ് ചെയ്തത്. ദീപയുടെ കരിയർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ആങ്കർ എന്നുള്ള നിലയിലാണ് അല്ലെ, ഒരു ടെലിവിഷൻ അവതാരകയായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ദീപയ്ക്ക് പോകാൻ ഈസി ആയിരുന്നു? അതെങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? ഞാൻ ആക്ച്വലി 11th ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ഓഡിഷന് പോകുന്നത്. ഏഷ്യനെറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു. അത് ഇപ്പം അന്നത്തെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഹലോ ആരെ സംസാരിക്കുന്നത്, എവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്താ ആ ഒരു ഇത് ഞാൻ ഇന്നും ACVൽ അത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ പരിപാടികൾ ആളോട് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കവും. അപ്പോൾ ഒരു സ്ക്രീൻ ടെസ്റ്റിന് പോയതും ഓഡിഷൻ ചെയ്തതും ഒക്കെ ഞാൻ 11th അത് കഴിഞ്ഞ പരിപാടിയൊക്കെ ചെയ്തെങ്കിലും ഞാൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക 11th 12th. എനിക്ക് അന്ന് ഞാൻ അതൊരു വലിയ ഞാൻ എന്നും ഇപ്പോഴും അതിശയിക്കുന്നൊരു കാര്യം കേട്ടോ. എനിക്കറിയില്ലായിരുന്നു അതൊരു ജോലിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വിചാരം ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയിരുന്ന് ചെയ്യുന്നതാണ് ജോലി. ഈ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ മേക്കപ്പ് റൂമിലിരുന്ന് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് മേക്കപ്പ് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവന്നത്, ഇതാ ദീപയുടെ ചെക്കാണ് കേട്ടോ എന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്തപ്പം ഞാൻ ചോദിച്ചു ചെക്ക് എന്തിനാ? അപ്പം അമ്മ പറഞ്ഞു ചെക്ക്, നിൻ്റെ ഷൂട്ടിൻ്റെ ചെക്ക്. അപ്പം ഞാൻ ഓർത്തു ഷൂട്ടിൻ്റെ ചെക്കോ? സത്യമായിട്ടും ഞാൻ ഈ ലോകത്തിൽ ആരെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത് പറയാൻ നടന്ന കാര്യമാണ്. എനിക്കറിയില്ലായിരുന്നു അതൊരു കരിയർ ആണെന്നോ അതൊരു ജോലിയാണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും ആദ്യത്തെ വരുമാനം സ്വയം അറിയാതെയാണ് ലഭിക്കുന്നത് അല്ലേ? ആദ്യത്തെ വരുമാനമാണെന്ന് അറിയാതെയാണ് ലഭിക്കുന്നത്. മേക്കപ്പ് റൂമിൽ നിന്ന് ചെക്ക് വന്നപ്പോൾ അതിശയിച്ച ആളാണ് ഞാൻ. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആ ആങ്കറിങ് എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗമായിട്ടോ ഒരു കരിയറായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് കഴിവുള്ളൊരു മേഖല. HR ആയിട്ട് എനിക്ക് ഞാൻ ഭയങ്കര കഴിവുള്ളൊരു HR ആണെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ കഴിവുള്ളൊരു ആങ്കർ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ കഴിവുള്ളൊരു ആങ്കർ തന്നെയാണ്. അതിനെനിക്ക് ഒരു സംശയമില്ലാതെ എനിക്ക് കോൺഫിഡൻസോടെ പറയാം. പക്ഷേ എത്ര നാൾ ഞാൻ ആങ്കറായിട്ട് നിൽക്കും? ഇന്ന് തന്നെ എത്രയോ യൂട്യൂബ് ചാനൽസിൽ എത്ര ആങ്കേഴ്സ് ഉണ്ട്. ദേ ഹരി വരുന്നു, ഇവരെ പോലുള്ളവരൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യില്ലേ? എത്രയോ അപ്പം ഇപ്പം ഒരുപാട് പിള്ളേർ വരുന്നുണ്ട്. കാരണം അവർക്ക് ഡെഫിനറ്റ്ലി വഴി നമ്മൾ കൊടുക്കുക തന്നെ വേണം. വി ഹാഡ് അവർ ടൈം. ഞാൻ നിറയെ പ്രോഗ്രാംസ് ചെയ്തു, ലൈവ് പ്രോഗ്രാംസ് ചെയ്തു, സ്റ്റേജ് ഇവൻറ്റ്സ് ചെയ്തു, ഇൻ്റർവ്യൂസ്, ഒരുപാട് ഫിലിം സ്റ്റാർസിന് ഇൻ്റർവ്യൂസ് ചെയ്തു. എനിക്ക് എൻ്റെ സമയം ഞാൻ നന്നായി ചെയ്തു. ഇപ്പം എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എഡ്യൂക്കേഷൻ അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചെയ്യുന്ന ഒരു ഫൂളിഷ്നെസ് ഞാൻ പറയില്ല, അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിൽ അവർ പഠിത്തം വിട്ടിട്ട് അപ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സിൽ അവർ പോയി ഓപ്പർച്യൂണിറ്റീസ് എടുക്കും. അത് നല്ലതാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കുറേ പൈസ സമ്പാദിക്കാം, അതിലൂടെ നല്ല വീടും കാറും ഒക്കെ കിട്ടും. ചിലപ്പോൾ അത് മതിയായിരിക്കും അവർക്ക് സമ്പാദ്യം. പക്ഷെ ഭാവിയിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഈഗോയും ഞാൻ എങ്ങോ എത്തിയില്ല എന്നുള്ളൊരു ഫീലിങ്ങും. കാരണം ഈ സിനിമ എന്ന് പറയുന്നതും ഈ മീഡിയ എന്ന് പറയുന്നതും ഒക്കെ ഒരു ഭയങ്കര സ്പോട്ട്ലൈറ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്രയും അംഗീകാരവും പുറത്ത് എവിടെ ഇറങ്ങിയാലും എല്ലാവരും നോക്കുന്നു. അതിൽ നിന്നും ആരും അല്ലാതെ ആവുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ ആവണം. ഈവൻ ഇഫ് യു ആർ നോട്ട് എൻ ആർട്ടിസ്റ്റ്, നമുക്ക് സ്റ്റിൽ ഒരു ഐഡന്റിറ്റി വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായ പ്രശ്നം വരും, ഈഗോ വരും, എല്ലാവരോടും ഇറിറ്റേറ്റഡ് ആവും.
ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് സീനിയർ സ്റ്റാർസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പണ്ട് അവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു, പിന്നെ ആരും അല്ലാത്തപ്പോൾ അവരെ തൊട്ടേലും പിടിച്ചതിനും കയറിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് അവരുടെ ഒരേ ഒരു ലോകം സിനിമ മാത്രമാണ്, അല്ലെങ്കിൽ ഇത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാണ്. ഐ വോണ്ട് ബി വെരി സേഫ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആങ്കർ ചെയ്യും. പക്ഷെ എത്ര ഓഫേഴ്സ് അന്ന് വന്നു എൻ്റെ നല്ല പ്രായത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരുപാട് സിനിമ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂണിറ്റ് ടെസ്റ്റ്, സീരീസ്, എന്തെന്ന് യൂണിവേഴ്സിറ്റി എക്സാം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. അന്ന് ഞാൻ അഭിനയിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പം അറിയപ്പെടുന്ന, നേരത്തെ ഹരി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് കറക്റ്റ് ആവുമായിരുന്നു, സിനിമയിലൂടെ ഒക്കെ എല്ലാവർക്കും സുബ്രജ് എന്ന് വേണം പറയാമായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് റോളൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ വീട്ടിലിരിക്കും. അപ്പോഴും എനിക്ക് പോകാനൊരു സ്ഥലം വേണം. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ദീപ വാല്യൂ ചെയ്യുന്നത് കുറച്ച് ക്യാഷ് ഇപ്പൊ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ലൈഫ് സേഫ് ആവും. പക്ഷെ അതല്ല, ദീപക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കണം അല്ലേ? ആക്റ്റീവായിട്ട് വേണം. എനിക്കൊരു മനസ്സമാധാനം വേണം, പീസ് വേണം. അപ്പം മറ്റേന്ന് വെച്ചാൽ നമുക്ക് റോള് കിട്ടിയില്ല, വേറെ ആൾക്കാർക്ക് പോകും, നമുക്ക് ഇപ്പോഴും വെപ്രാളമാണ്. അത് എന്നെ വിളിക്കാൻ ഞാൻ പരിപാടിക്ക്. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം എന്നെ വിളിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു ഐഡന്റിറ്റി ഉണ്ട്. അതാണ് എന്റെ വേൾഡ്, എന്റെ മക്കൾ. ഇതൊക്കെ ഒരു പ്യൂർ ലൈഫ് ഹാക്സ് ആണ് ദീപ പറയുന്നത്. 2 പോയിന്റ്സ്. നേരത്തെ അമ്മ, മെച്ചുവേർഡ് അമ്മ എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം. ഇത് രണ്ടും ശരിക്കും ആൾക്കാരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ദീപേട്ടന്. പ്രായാവുന്തോറും വരുന്ന ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ചിലപ്പോ പറയാറുണ്ട്, തന്ത വൈബ് തള്ള വൈബ് എന്ന് പറയുന്നത് ഓടുന്നുണ്ട്. അതെ അതെ അതെ, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തന്ത വൈബ്, അമ്മ മനസ്സ് കേട്ടിട്ടുണ്ട്. അതെ അതെ, എനിക്കറിയാം ഇപ്പോഴത്തെ പിള്ളേരുടെ വാക്ക്. അപ്പൊ അത് വേണമെങ്കിൽ പറയാം, അതായിരിക്കാം. പക്ഷെ ഞാൻ ശരിക്കും പഠിച്ചൊരു കാര്യമാണ്, എനിക്ക് ലൈഫിൽ എൻ്റെതായ വേറൊരു ലോകം വേണം. അതിൽ ഞാൻ ഒരുപാട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരുടെയും ഇതിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ ഹാപ്പിനെസ്സിലും ഞാൻ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്, എൻ്റെ ഹാപ്പിനെസ്. അത് കൂടാതെ എൻ്റെ ജോലി ഞാനായിട്ട് സമ്പാദിക്കുന്നത്, എനിക്ക് എവിടെ വേണമെങ്കിൽ പോയി കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം, അതും. അതിൻ്റെ കൂടെ ഞാൻ KCVയിൽ പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ACVയിൽ ഞാൻ ഞായറാഴ്ച, ACV എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആകെ ഒരു 5 കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ. എനിക്ക് പോയി എല്ലാ ഞായറാഴ്ച ലൈവ് 12 തൊട്ട് 1 മണി വരെ സ്വർണ്ണവർഷം എന്ന് പറയുന്ന പരിപാടി. അതും ഞാനും വേറൊരു കുട്ടി, ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പം എല്ലാ ഞായറാഴ്ചയും എനിക്ക് പോകണ്ട. അപ്പം എനിക്ക് ആവശ്യത്തിന് വീട്ടിൽ സമയം കിട്ടും, ആവശ്യത്തിന് എനിക്ക് അതും കിട്ടും. അപ്പം അങ്ങനെ സേഫായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് സേഫായിട്ട് അങ്ങനെ അങ്ങ് പോകണം. ദീപ സ്വന്തം നിലയിൽ ഒരു സെലിബ്രിറ്റിയാണ്, ഞങ്ങൾ തന്നെ പറയും. കാരണം അറിയപ്പെടുന്ന വ്യക്തികളെ പറയുന്ന ഒരു ടേം ആണ് സെലിബ്രിറ്റി. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കരുത്. കൂടാതെ ദീപയുടെ പാർട്ണർ ബെറ്റർ ഹാഫ്, അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പൊ രണ്ടുപേരും സെലിബ്രിറ്റി ആകുമ്പോൾ സ്വാഭാവികമായി തിരക്ക് വരും അല്ലെ ലൈഫില്. അപ്പൊ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സ്വാഭാവികത ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബാധിക്കുന്നുണ്ടോ? ഒരു പ്രശ്നമേ ഉള്ളൂ, ചേട്ടനെ അങ്ങനെ കിട്ടാറില്ല ഇവിടെ വീട്ടില്. അത് മാത്രമല്ല ഒരു പ്രശ്നം. ഇപ്പം ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്നില്ല. സെലിബ്രിറ്റി ആണെന്നല്ല പറയണത്, പക്ഷെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പം ഞാൻ അറിയപ്പെടുന്ന ഒരു ആളായതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടുമില്ല, ഒരു മാറ്റമില്ല. കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ പോലും ഞാനത് എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് വീട്ടിലെ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ എൻ്റെ മോനൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ പരിപാടി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആ ഫാൻസി ഡ്രസ് ഇതിന് പോകും. അതുകൊണ്ട് എന്നെ ഒരു അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ലൈഫിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല. ചേട്ടൻ അവസരങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് എത്ര ചെറിയ അവസരമാണെങ്കിൽ പോലും. ഇപ്പം നിങ്ങളിൽ ചിലർക്ക് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമില്ലാത്ത ആളായിരിക്കും, ചിലർക്ക് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കും, ചിലർ ആരും അങ്ങനെയായിരിക്കും. പക്ഷേ ചേട്ടന് എത്രത്തോളം ആളുകൾക്ക് അറിയാമോ, അതിന് എത്ര ചെറിയ അവസരമാണ് ചേട്ടന് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അത് വിടത്തില്ല, ചേട്ടനത് ചെയ്യും. കാരണം ചേട്ടൻ പറയും നമുക്ക് എത്ര നാളാണ് അവസരങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ പ്രായമായി വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് തോന്നാൻ പാടില്ല, ഞാൻ പണ്ട് കുറച്ചും കൂടെ ചെയ്യണമായിരുന്നു എന്നൊരിക്കലും തോന്നാൻ പാടില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ചേട്ടൻ. അതുകൊണ്ട് ചേട്ടൻ എന്ത് പരിപാടി വന്നാലും ചേട്ടനെടുക്കും. അത് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ വീട്ടിലെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. കാരണം മക്കളുടെ കാര്യങ്ങൾ കൂടുതലും ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു ഇത് വരും. ചേട്ടൻ പക്ഷേ അതിനുള്ള എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കും. വേറെ അവസരങ്ങളൊന്നും ചേട്ടന് വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ ചേട്ടൻ വീട്ടിലിരിക്കുകയും ചെയ്യും. പക്ഷെ വീട്ടിൽ ചിലവഴിക്കുന്ന സമയം ഇത്തിരി കുറവാണ്. അത് എടുക്കാൻ പറ്റുന്ന രാഹുൽ ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും. എനിക്ക് എന്താ പറയാ, അത് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ ഒരു എന്താ പറയാ, ഞാൻ ഇപ്പൊ രാഹുൽ വീട്ടിലിരിക്കൂ, ഞാൻ പുറത്തു പോയി എൻ്റെ പരിപാടികൾ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചേട്ടനിരിക്കും, അത് വേറെ കാര്യം. ചേട്ടൻ അങ്ങനെ സീറോ ഈഗോ ഉള്ള ഒരാളാണ്. ചേട്ടനിരിക്കും,
പക്ഷെ എത്രത്തോളം അത് ശരിയായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം ഓരോരുത്തർക്കും ചെയ്യാൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പലപ്പോഴും ഈ ഫെമിനിസം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീയെ സ്ത്രീയാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് ചില കാര്യങ്ങൾക്ക്. അത് സ്ത്രീക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റുന്നതും ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ്, അത് പുരുഷനും ചെയ്യണം, പുരുഷനും കെയർ ചെയ്യട്ടെ, പുരുഷനും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗന്ദര്യം നമ്മൾ അവർക്കൂടെ വിട്ടുകൊടുക്കല്ലേ? എന്തിനാ അതിൻ്റെ ആവശ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി ചെയ്യുക. അതിൻ്റെ ഭംഗി ആ കുടുംബത്തിനും ആ കുട്ടികൾക്കും ഉണ്ടാവും. അത് നമ്മൾ അച്ഛനെ ഏൽപ്പിച്ച് ഫെമിനിസം കാണിക്കാൻ വേണ്ടി ഞാൻ പോകും എൻ്റെ അവസരങ്ങൾക്ക്, എൻ്റെ ഭർത്താവ് നോക്കട്ടെ കുട്ടികളെ എന്ന് പറയാമെന്നല്ലാതെ അത് ഭംഗിയായിട്ടൊക്കെ നടക്കുമോ എന്നുള്ളത് വേറൊരു സംശയമാണ്. നമ്മുടെ സൊസൈറ്റി ഫെമിനിസം എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചാൽ ദീപ ഒരു ഫെമിനിസ്റ്റ് ആണോ? അല്ല. അപ്പം അതിനൊരു റീസൺ ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ സോ കോൾഡ് ഫെമിനിസ്റ്റ്, എനിക്കറിയില്ല സത്യത്തിൽ ഈ ഫെമിനിസം ശരിക്കും എന്താണെന്ന്. ഞാൻ പല നിലയ്ക്ക് അന്വേഷിച്ചു, പക്ഷെ എനിക്ക് അതിനെ ആ വേർഡിലേക്ക് ചുരുക്കാൻ പറ്റുന്ന നിലയ്ക്ക് പറ്റിയിട്ടില്ല. ദീപ എന്തുകൊണ്ടായിരിക്കും ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു? എന്ന് വെച്ചാൽ ഇപ്പൊ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആ രീതിയിൽ അങ്ങനെ അല്ല. ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ട് പല മേഖലകളിലും നമ്മളെ കണക്കാക്കാതിരിക്കരുത്. സോ വി ഷുഡ് ഓൾസോ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് മെൻ. ഇതാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ ചെയ്യുന്ന എല്ലാം സ്ത്രീകൾക്കും ചെയ്യണം, സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന എന്തിനാ പുരുഷനും ഇരിക്കട്ടെ, അങ്ങനെ ഒരു ചാലഞ്ചിങ് മോഡിലേക്ക് പോയി. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അവിടെ എത്തുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഇപ്പം അതും ഒരുപാട് മാറി. അതിനോ അതിലൊരുപാട് ഡിബേറ്റ് ഉണ്ട്, LGBTQ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കണ്ടംപററി ട്രഡീഷണൽ കാര്യം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം രണ്ട് ഡിഫറെൻറ്റ് കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു കുടുംബം നടത്തുമ്പം കുടുംബം ഫുൾ ആവുന്നു, ഹോൾ ആവുന്നു. അപ്പം സ്ത്രീക്ക് ഉള്ള ഇല്ലായ്മകൾ പുരുഷന്മാർക്കും ഉള്ള ഇല്ലായ്മകൾ എന്ന് പറയുമെന്നറിയില്ല, പക്ഷേ പുരുഷന്മാരുടെ ഇല്ലായ്മകളെ സ്ത്രീക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ രണ്ടുപേരോട് ഒന്നിക്കുമ്പോൾ ഇറ്റ് ഇസ് വൺ ഹോൾ ഫാമിലി. ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. അതിന് പകരം ഇപ്പോൾ പല ഡിബേറ്റ്സ് വരുന്നത് സ്ത്രീയും പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം, പുരുഷൻ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനോട് എനിക്ക് യോജിപ്പില്ല. സോ ഇൻ ദാറ്റ് സെൻസ് am I a feminist എന്ന് ചോദിച്ചാൽ I'm not a feminist. എനിക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോയിന്റോട് തന്നെ രാഹുൽ വീട്ടിൽ കുക്ക് ചെയ്യണം, രാവിലെ എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് നന്നായി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദെയർ നാച്ചുറൽ സെൽഫ്. ഒരു പുരുഷന്റെ നാച്ചുറൽ സെൽഫ് അതല്ലല്ലോ. അപ്പൊ നമ്മൾ അത് ആ നാച്ചുറൽ സെൽഫിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അതെന്തുകൊണ്ട് പുരുഷന്റെ നാച്ചുറൽ സെൽഫ് അല്ല എന്നപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ ചോദിക്കും, അതെന്തുകൊണ്ടാണ് ദീപ അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പൊ പിന്നെ നാളെ സ്ത്രീയും പുരുഷനും പറയത്തില്ല, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് എന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. എല്ലാവരും ഒന്നുപോലെ. അങ്ങനെയല്ല. യൂണിവേഴ്സ് ഹസ് ക്രിയേറ്റഡ് അസ് ബ്യൂട്ടിഫുള്ളി ഡിഫറെന്റ്. സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും ഇരിക്കുക. ആ രണ്ട് രീതിയിൽ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. അവരുടേതായ മേഖലയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ്. സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അതിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് വി ഷുഡ് ഫൈറ്റ് ഫോർ അവർ ഓപ്പർച്യൂണിറ്റീസ്. ദീപ വീണ്ടും അതിനെ മനോഹരമായിട്ട് പറഞ്ഞു. അതാണ് ദീപ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ഒരു പ്രത്യേക ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, സ്ത്രീകളുടെ ഇല്ലായ്മയെ പുരുഷൻ ക്ലിയർ ചെയ്യുന്നു, പുരുഷന്റെ ഇല്ലായ്മയെ സ്ത്രീ ക്ലിയർ ചെയ്യുന്നു. അവർ രണ്ടും ചേരുമ്പോൾ ഒരു മനോഹരമായ കുടുംബം ഉണ്ടാവും. വളരെ മനോഹരമായിട്ട് അതിനെ പറഞ്ഞു. അത് ഞാനല്ല, ഇതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഭയങ്കര ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ് അല്ലേ? അപ്പൊ അവിടെ വെച്ച് പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് താഴെ ഇനി ഒരു കുലസ്ത്രീ എന്നൊക്കെ അതുകൊണ്ടായിരിക്കും വരുന്നത്. എനിക്ക് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ച് എന്ത് പേരിട്ടുണ്ട്. ഞാൻ വെച്ചത് കുലസ്ത്രീ വൈബ്സ് അങ്ങനെ പേരിട്ടാലോ? മേ ബി അങ്ങനെ ചെയ്തു ഇല്ല. പിന്നെ വിചാരിച്ചത് ഭയങ്കര ഫ്ലാഷി ആയി പോകും, വേണ്ട ദീപ രാവലീശ്വർ തന്നെ ഇട്ടു. പക്ഷെ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ കുലസ്ത്രീ ആയിട്ടൊന്നും അല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പുരുഷന്മാർക്ക് വിട്ടു കൊടുക്കരുത്. അത് നമ്മൾ തന്നെ ചെയ്യണം. അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കരുത്, നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം എന്നല്ല, വേറെ ആരെങ്കിലും സഹായത്തെ വിളിക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ പുരുഷന്മാരായിട്ടൊരു ഫൈറ്റിന് പോകുന്ന എന്തിനാ? ഇറ്റ് ഈസ് ദിസ് യൂണിവേഴ്സ് ഇസ് ബാലൻസ്ഡ് ആയിട്ടാണ് സർവീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്, വളരെ ബാലൻസ്ഡ് ആയിട്ട്. ആ ബാലൻസിനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കളഞ്ഞ് അങ്ങ് ഫൈറ്റ് ചെയ്ത് ഒരു വല്ലാത്തൊരു ഇതിലേക്ക് കൊണ്ടുപോകുക, അത് വേണ്ട. നമ്മുടെ സൊസൈറ്റിക്ക് സ്വാഭാവികമായോ, അത് ഇന്റൻഷനലി ഒരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ സൊസൈറ്റി പുരോഗമിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷ കേന്ദ്രീകൃത സ്വഭാവം ഇതിന് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ അത് പൂർണ്ണമായും വാദത്തിന് അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും പല കാര്യങ്ങളിലും സ്ത്രീ ചെയ്യുന്ന ഒരു പ്രശ്നം അത് പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ അതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ പല മൂവ്മെന്റ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ്
ആധുനിക സമൂഹത്തിൽ വരുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ദീപ കാണുന്നത്? ഇപ്പൊ ഈ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ മൂവ്മെന്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. മീ ടു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ല മൂവ്മെന്റ് ആയിരുന്നു അത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പുറത്ത് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന മൂവ്മെന്റ് ആയിരുന്നു. അൺലെസ് എവ്രി വൺ സ്റ്റാർട്ടഡ് മിസ്യൂസിങ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ എതിരെ പോലും ഒരു മീ ടു വന്നു. എത്രയോ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ഞാൻ 100% പറയാം. ഇനി ഇത് യൂട്യൂബ് ചാനലാണല്ലോ, ഇത് റെക്കോർഡ്സിൽ കിടക്കും. നാളെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിങ്ങോട്ട് പറയാനുള്ള റെക്കോർഡ്സ് ഇതിലുണ്ട്. പക്ഷെ 101% എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നറിയാം. വെറുതെ നമ്മൾ ഓരോ പുരുഷന്മാരുടെ, അത് എൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് പറയുന്നില്ല, നടന്നിട്ടില്ലാത്ത കാര്യമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ വേറെയും ഒരുപാട് പുരുഷന്മാരുടെ കേസ് അത്രയും വർഷം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് അത് പ്രൂവ് ചെയ്യാൻ പോലും നമുക്ക് മാർഗ്ഗമില്ല. അതോടെ ആ മൂവ്മെന്റിന്റെ ഒരു എന്താ പറയുക, ഒരു സത്യം അങ്ങ് നഷ്ടപ്പെട്ടു. അതിലൂടെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ആ മൂവ്മെന്റിലൂടെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഈ ഒരു മാറ്റം, അതായത് പുരുഷന്മാരെ എങ്ങനെയെങ്കിലും എന്താ പറയുക താഴ്ത്തണം എന്നൊരു രീതിയിലുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ല ഫെമിനിസം. ആ ഒരു മൂവ്മെന്റ് സൊസൈറ്റിയിൽ ഒരു ഹെൽത്തി ആയ ഒരു കാര്യമല്ല. ഹരി ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് മൊത്തത്തിൽ ക്ലിയർ ആയില്ല, ഇടയ്ക്ക് വെച്ച്. ഞാൻ ചോദിച്ചത് ഇതുപോലെ വരുന്ന മൂവ്മെന്റ്സ് കുറെ ഡിഫറൻസസ് സൊസൈറ്റിയിൽ ഉണ്ടാകും. അതായത് ചില സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പെട്ടെന്ന് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ചിലയിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ എടുക്കുന്ന നടപടി വേഗത്തിലാകുന്നു, ചില നിയമങ്ങളിൽ തന്നെ നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് നിർബന്ധിതരാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ ദീപ ഇപ്പൊ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് നടക്കുന്നുണ്ട്, ഉണ്ടാകുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യത്യാസം സമൂഹത്തിൽ വരുന്നതിനെ ദീപ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കാണുന്നത്? അല്ല, അത് ഒരു രണ്ടില് ഒന്നെന്ന് കരുതാൻ പറ്റില്ല. ആക്ച്വലി ആദ്യം പോസിറ്റീവായിട്ട് വന്ന് തുടങ്ങിയെങ്കിലും നമ്മൾ ഈ ഓവറാക്കുക എന്ന് പറയില്ലേ, അത് വല്ലാണ്ട് ഓവറായി അത് ഇത്തിരി നെഗറ്റീവായി മാറുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇപ്പം പുരുഷന്മാർ സ്ത്രീകളൊക്കെ വളരെ ഫ്രീ ആണല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും കൂടി ഞാൻ വെറുതെ ഒന്ന് ഹരിയെ ഇങ്ങനെ ഒന്ന് തട്ടി, ആർക്കും ഒരു പ്രശ്നമില്ല. ഹരി തിരിച്ചു കളയും, ഞാൻ തിരിച്ചു കളയും. പക്ഷെ ഹരി ഇപ്പം തിരിച്ച് എന്നെ അങ്ങനെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയൊരു സംസാരമാവും. എന്തിനാണ് സ്ത്രീയുടെ അനുവാദമില്ലാതെ എന്തുകൊണ്ട് ഇത് ചെയ്തു? അതൊക്കെ വളരെ കൂടുതലല്ലേ. ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടല്ലേ തിരിച്ചിങ്ങോട്ടും ചെയ്യണേ. അപ്പം നമ്മൾ ഒരുപാട് പുരുഷന്മാരിലേക്ക് അൺഫെയർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആവുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ആരും എന്നെ കൊല്ലാൻ വരണ്ട. ഞാൻ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഓണസ്റ്റ്ലി ദാറ്റ്സ് നോട്ട് ഫെയർ. ഫെയർ ആയ കാര്യങ്ങൾ മുൻപോട്ട് വരാൻ നമ്മൾ എപ്പോഴും ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ആണിത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൂവ്മെന്റ്സിനെ എടുത്ത് ഉപയോഗിച്ച് അതിന്റെ ഒരു അത് ഇല്ലാണ്ടാക്കരുത്. അത് ഈ സിനിമാ മേഖലയിൽ അവിടെയും പുരുഷാധിപത്യം നിലനിന്നിരുന്നു വളരെയധികം സംസാരിക്കപ്പെട്ട ഒരു മേഖലയാണ്. അത് ഡയറക്ടേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, മ്യൂസീഷ്യൻസിനെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു പുരുഷന്മാരുടെ എണ്ണം തന്നെയാണ് കൂടുതൽ. ഇന്നും ആ മേഖലയിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അവരുടെ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയോ ഒരുപക്ഷെ അവർക്കെതിരെയുള്ള നീതി നിഷേധങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ ഉണ്ടായ ഒരു സംഘടനയാണ് WCC. അപ്പം അത് തുടങ്ങിയത് നമ്മളെല്ലാവരും തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോ ആ സംഘടന എന്ത് ചെയ്യുന്നു എന്നൊരു പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ആ സംഘടനയെ കുറിച്ച് എന്താണ് ദീപ വിലയിരുത്തുന്നത്? അല്ല, ആ ഒരു പ്രത്യേക സംഘടനയെ കുറിച്ച് വിലയിരുത്താൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിമൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം മഞ്ജു ചേച്ചിയെ പോലെ, പാർവതി പോലെ വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ചേർന്നുണ്ടാക്കിയതാണ്. അതിന് അതിൻ്റെതായ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കൂട്ടായ്മകൾ വരുന്നത് നല്ലത് തന്നെയാണ്. അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പുരുഷ ആധിപത്യം വരുന്നത് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാർക്ക് ചില കാര്യങ്ങൾ അവരുടെ മാത്രം കുത്തകയായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചില്ല. സൊസൈറ്റിയിൽ പൊതുവെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യണം, രണ്ട് തെറി വിളിക്കണം, അതുപോലത്തെ ആക്ടേഴ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെയിൽ ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിച്ച് വാഴ്ത്തുന്നു. സൊസൈറ്റിയിൽ ഞാൻ നേരത്തെ ഈ ആധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ആധിപത്യം ഉണ്ട്. ഇപ്പൊ വീട്ടിൽ ആർക്കാണ് ആധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ്. നമ്മളെപ്പോഴും സ്ത്രീകളാണല്ലോ ഹോം മിനിസ്റ്റേഴ്സ് എന്ന് പറയാ. നേരത്തെ പുരുഷൻ ഹെഡ് ഓഫ് ദ ഫാമിലി പുരുഷനാണെന്ന് പറയാം. A woman is the heart of the family and the soul of the family, അല്ലേ? So man is the head of the family. വുമൺ ഇല്ലാതെ ആ വീടൊരു എന്താ പറയുക, ഒരു വീടായി മാറി, ഒരു കുടുംബമായി മാറത്തില്ല. പുരുഷൻ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ബിക്കോസ് പുരുഷൻ മാത്രമായിരുന്നു ഫിനാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പുറത്തു പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് പുരുഷനായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾക്കും ഇപ്പം അത് പറ്റുന്നുണ്ട്. എന്നാൽ ഒരു പുരുഷന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട് ഒരു വീട്ടിൽ.
അതില്ലാതാക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹം, ഒരു പരിഗണന, ഒരു കരുതൽ വീട്ടിൽ കുട്ടികൾക്കും ഭർത്താവിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീയാണോ ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ഹാർട്ട് ഓഫ് ദി ഫാമിലി ഇസ് ഡെഫിനറ്റ്ലി എ വുമൺ. അപ്പം നമുക്ക് നമ്മുടേതായ ആധിപത്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം പുരുഷൻ കാണിക്കുന്നത് വളരെ ലൗഡ് ആൻഡ് മാസി ആണോ എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ എന്നാണ് ഞാൻ പറയുന്നത്. ദീപ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരു കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് ഒരു ലൈഫ് കോച്ചായിട്ട് കൂടി ആക്ട് ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഈ വക ഒരു റിലേഷൻ മാനേജ്മെന്റ് HR സ്വാഭാവികമായിട്ടും വരും. റിലേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കും. ഇത്രയും നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. സ്വാഭാവികമായും ഇവർ ജീവിക്കുന്നത് അവരുടെ പാരന്റ്സിന്റെ കൂടി ഇടയിലാണ്. രണ്ട് കുടുംബങ്ങളാണ് ഒന്ന് ചേർന്ന് ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും നിലയിൽ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഇവരുടെ ലൈഫിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് സ്ത്രീ വിവാഹം കഴിച്ച് പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന അമ്മായിയമ്മ, മരുമകൾ പോലെ എന്ന വാക്ക് കേൾക്കാറുണ്ട്. പിന്നെ ചിലർ പറയാറുണ്ട് പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നൊക്കെ. അപ്പം ഇന്നുണ്ടാകുന്ന വിവാഹമോചനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന നിസാര കാര്യത്തിന്റെ പേരിലുണ്ടാകുന്ന വിവാഹമോചനങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പാരന്റ്സ് എന്ന് പറയുന്ന വ്യക്തികളുടെ പക്വതയില്ലാത്ത ഇടപെടൽ അല്ലെങ്കിൽ മക്കളുടെ പക്വതയില്ലാത്ത ഉപദേശം തേടൽ ഒക്കെ കാരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ രണ്ട് കുടുംബങ്ങളാണ് ഒന്നിച്ചു വരുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിലും ഇവരാരും നമ്മളോടൊപ്പം ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിവാഹം ചെയ്യുന്നത് ഭാര്യയും ഭർത്താവുമാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനുമാണ്. പറയുന്ന പോലെ നമ്മൾ ചേതൻ ഭഗത്തിന്റെ 2 States ബുക്കിലൊക്കെ പറയുന്ന പോലെ ഇൻ ഇന്ത്യ മാരേജ് ഇസ് നോട്ട് ബിറ്റ്വീൻ 2 people, ഇറ്റ്സ് ബിറ്റ്വീൻ 2 families എന്നൊക്കെ പറയാം. ബട്ട് ദ റിയാലിറ്റി ഈസ് the families do not matter. What matters is this man and woman who decided to get married. Okay, കല്യാണം കഴിച്ച സമയത്ത് എന്തൊക്കെയോ ചേർച്ചകൾ തോന്നിയോണ്ടായിരിക്കുമല്ലോ വിവാഹം ചെയ്തത്. അത് ആ ചെറുക്കൻ്റെ അച്ഛൻ കൊള്ളാം അല്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മ കൊള്ളാം എന്ന് വിചാരിച്ചായിരിക്കില്ലല്ലോ ഞാൻ ആ വിവാഹത്തിന് യെസ് പറഞ്ഞത്. അതേപോലെ എൻ്റെ അമ്മയോ അച്ഛനോ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ പുരുഷൻ എനിക്ക് രാഹുൽ എന്നെ വിവാഹം ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും സ്ത്രീക്കും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ് ഉണ്ട് എന്ന് തോന്നിയോണ്ടായിരിക്കും വിവാഹം ചെയ്തിട്ടുണ്ടാകും. ആ ബോണ്ടിങ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷെ പുറത്തുനിന്ന് നാളെ നമ്മളോടൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത ആളുകൾ, അത് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മ ആണെങ്കിൽ പോലും അവരുടെ കാലം കഴിഞ്ഞും ജീവിക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മൾ തമ്മിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാള് എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും, ഹരി പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾക്ക് അറിയുന്ന വീടുകളിൽ പോലും ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ അമ്മ ഈ മോൾക്ക് ഇങ്ങനെ ഊതി കൊടുക്കും, നീ മാത്രം എന്തിനാ ഇങ്ങനെ പറയുന്നത്, അവൻ എന്താ ചെയ്താൽ അത് കേട്ടിട്ട് ഇവള് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ ചേട്ടൻ എന്താ ചെയ്യാത്ത, ഞാൻ മാത്രം എന്താ ചെയ്യണം എന്നൊരു പ്രശ്നം ഉണ്ടാക്കും. അത് പാടില്ല. തിങ്ക് ഫോർ യുവർ സെൽഫ്. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടോ? ചിലപ്പോൾ അമ്മ പറയുന്നതിൽ കാര്യം ഉണ്ടാവും, നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ സമാധാനമായിട്ട് ഭർത്താവിൻ്റെ നമ്മുടെ അഭിപ്രായമായിട്ട് തന്നെ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പ്രശ്നമായിരിക്കണം. അത് നമ്മുടെ അമ്മയോ നമ്മുടെ വേറെ അച്ഛനോ നമ്മുടെ ഫ്രണ്ട്സ് പോലും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും ഏത് ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളില്ലാത്ത, അപ്പോൾ ചെറിയ രീതിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഒരു പുറത്തേക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യം അപ്പം ഭാവിയിൽ തീരെ പ്രശ്നമായാൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കേണ്ടി വന്നാൽ എടുക്കുമായിരിക്കും. പക്ഷെ സോഫാർ ഞങ്ങൾക്ക് ഇടയിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഇടയിലുള്ളൂ. അങ്ങനെ എല്ലാ ഭാര്യയുടെയും ഭർത്താവ് അത് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. ഈ പ്രേമം പ്രണയം അതൊക്കെ ഒരു സമയത്ത്, അതെല്ലാം മരിച്ചാലും നമുക്ക് ഇനിയും ജീവനോടെ നിലനിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ആ ഒരു റെസ്പെക്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം. അതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷം ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടീസ് ഞാൻ അനുഭവിച്ചതാണ്. നമ്മുടെ ഹോർമോൺസ് ആർ ഓൾ ഓവർ ദി പ്ലേസ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും, ദേഷ്യം വരും. അപ്പോൾ ഒക്കെ ഈ ഭർത്താവിൻ്റെ അമ്മയുടെയും ഒക്കെ ഇടപെടൽ കാരണം ഒരുപാട് സ്ത്രീകൾ ആ സമയത്ത് ഡിവോഴ്സിലായ കേസ് എനിക്ക് ഇന്ന് വാട്സാപ്പിൽ ഒരു കുട്ടി എന്നോട് പറയുന്നുണ്ട്, വി ആർ ഗോയിങ് ഇൻ ഫോർ എ ഡിവോഴ്സ്. എന്നോടൊപ്പം ഡെലിവറിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ്? ബിക്കോസ് ഇതേ പ്രശ്നങ്ങൾ തന്നെ ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് നേരിടാൻ പറ്റും. പക്ഷേ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 1 month അല്ലെങ്കിൽ 1 year എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടാണ്. ആ ടൈമിൽ അവളെ ഇട്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത് അതെല്ലാമാണ് പുരുഷൻ്റെ വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എനിക്കൊന്ന് അത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻ്റർഫിയറൻസും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണ്. കല്യാണം കഴിഞ്ഞ് അവരുടെ പാട്ടിന് വിടുക, കുട്ടി ഉണ്ടായി,
എനിക്ക് എൻ്റെ ഇപ്പം എൻ്റെ മദർ ഇൻ ലോയ്ക്ക് വളർത്താൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു, രാഹുൽ ഈശ്വർ. എൻ്റെ അമ്മയ്ക്ക് വളർത്താൻ 2 കുട്ടികളുണ്ടായിരുന്നു, ഞാനും എൻ്റെ ചേച്ചിയും. അവിടെ തീർന്നു. അവരുടെ അമ്മ നേരത്തെ പറഞ്ഞ അമ്മ വൈബ് അവിടെ തീർന്നു. ബാക്കി ഞങ്ങൾക്ക് വിട്ടുതരൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ വളർത്തേണ്ട സമയം ഞങ്ങൾക്കാണ്, ഞങ്ങൾക്ക് വിട്ടുതരൂ. ഇത് പറയാനും ഇനി നമ്മളിത് പറഞ്ഞൊരു പ്രശ്നം ആക്കണ്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഓർത്ത് തന്നെ ഇഗ്നോർ ചെയ്യാനുമുള്ള മെച്യൂരിറ്റി നമുക്കിപ്പോൾ വേണം. അവരോട് പറഞ്ഞൊരു പ്രശ്നം ആക്കണ്ട. പക്ഷെ എന്ത് അഡ്വൈസ് നമുക്ക് വന്നാലും ചിരിച്ചുകൊണ്ട് കേട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനും, എന്ത് പ്രശ്നമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനുള്ളൊരു മെച്യൂരിറ്റി. വേറെ സ്നേഹം വേണ്ട, പ്രേമം വേണ്ട, പ്രണയം വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും നിലനിൽക്കില്ല. പക്ഷെ ആ ഒരു മെച്യൂരിറ്റി ആൻഡ് റെസ്പെക്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല ഡിവോഴ്സസും ഇല്ലാണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, കഴിയുന്നതും വിവാഹം കഴിച്ചാൽ വേറൊരു നിവൃത്തി ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി താമസിക്കുക. അല്ലെങ്കിൽ പുറത്തേതെങ്കിലും രാജ്യങ്ങളിലാണ് പോയി ജോലി നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല തീരുമാനം. കാരണം അവിടെ വേറെ ഇൻറ്റർഫിയറൻസസ് ഉണ്ടാവില്ല. വല്ലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും നോക്കിച്ചിരിക്കാം, എല്ലാവരെയും കാണാം, വീടുകളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരാതി, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും 10 കണ്ണാണ് നമ്മുടെ ചുറ്റും. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞാൽ നല്ല സന്തോഷപരമായ ഒരു കുടുംബജീവിതം ജീവിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ട് തന്നെയാണ്. ബിക്കോസ് അത്രയും ഇൻറ്റർഫിയറൻസസ് ചുറ്റുമുണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാനും why did we get married in the first place എന്നുള്ളത് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കാനും നമ്മൾ that we should do. നമുക്ക് അതിനെ റിമൈൻഡ് ചെയ്യണം. ഓക്കെ, ഐ മാരിഡ് രാഹുൽ ബിക്കോസ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. അത് എനിക്ക് എപ്പോഴും ഓർമ്മ വേണം. അതിന് എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും രാഹുലിൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. കാരണം അവരാരും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ പ്രേമിച്ചത്. പിന്നെ ഇപ്പം അവർ പറയുന്നത് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സോ ആ രീതിയിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഒരു മെച്യൂരിറ്റി അതുണ്ടെങ്കിൽ. ബിഗ് ബോസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ മറ്റു പല ഇന്റർവ്യൂവിലും ദീപ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, ശോഭ ദീപയുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം ശോഭ പെർഫോം ചെയ്ത് ദീപ കണ്ടിട്ടുണ്ട്. അവിടെ അഖിൽ മാരാരുമായി നടന്ന ചില കൗതുകകരമായ കോംബോ പുറത്ത് ചർച്ചയായി. അതൊക്കെ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിന്റെ പാർട്ടാണ്. അവർ തന്നെ പ്രേക്ഷക മനസ്സിലേക്ക് ചില കോംബോസ് ഇട്ടുകൊടുക്കും. അപ്പം അവിടെ വളരെ കൗതുകകരമായ രീതിയിൽ ഇടപെട്ട 2 വ്യക്തികൾ പുറത്തിറങ്ങിയിട്ട് ശരിക്കും 2 വ്യക്തികൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അതിലൊന്ന് ഇപ്പം അഖിൽ മാരാരിനെതിരെ ശോഭ ഒരു പരാതി കൊടുത്തു, കുഞ്ഞുങ്ങളെ തല്ലിയെന്നു. അങ്ങനെ ഞാൻ കേട്ടു. അത് ശരിയാണോ എന്ന് ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ ദീപയ്ക്ക് ശോഭയുമായി അടുത്തിടപഴകുന്ന ആളെന്ന നിലയ്ക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. അപ്പം ശോഭന് നല്ല ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പോലും ബിഗ് ബോസിൽ എനിക്ക് 2 പേരായിരുന്നു. ഒന്ന് അഖിൽ മാരാറിനും ഒന്ന് ശോഭയും, 2 പേരും. അഖിൽ മാരാർ വാസ് ഔട്ട്സ്റ്റാൻഡിങ് ബിക്കോസ് പുള്ളി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. നാച്ചുറലി ഹീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ പുള്ളി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പുറത്ത് വന്നിട്ടുള്ള അഖിലിൻ്റെ ചില പരാമർശങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നാം. അത് ചില വ്യക്തിത്വങ്ങളുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം തുറന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതായിരിക്കാം. പക്ഷെ അത് പറയാതിരിക്കാമായിരുന്നു ചില കാര്യങ്ങളിൽ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശോഭയുമായിട്ടുള്ള വളരെ ക്ലോസ് അടുപ്പമുള്ളതുകൊണ്ട് തന്നെ കുറേ ഇൻഫർമേഷൻ എനിക്ക് അല്ലാതെയും ഉണ്ട്. എന്ന് വെച്ചാൽ ശോഭയ്ക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിലും വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാനായിട്ട് പോകുന്നില്ല. പക്ഷെ ശോഭയ്ക്ക് അങ്ങനെ ഒരു ദേഷ്യം അഖിൽ മാരാറിനോട് ഉണ്ടെങ്കിലും, കേസ് കൊടുക്കാനുള്ളൊരു കാരണം ഉണ്ടെങ്കിലും അതിനതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ശോഭ അതിന് പോയിട്ടുണ്ടാവുക. ചൈൽഡിഷായിട്ട് പെരുമാറുന്ന ഒരാളല്ല ശോഭ. അപ്പം അതിൽ പിന്നിലൊരു കാരണം ഉണ്ട്. ഞാനും ശോഭയോടൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ശോഭ എന്നോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ യൂട്യൂബ് ചാനൽസിൽ കാണുന്ന പോലെ അല്ല. പല പേഴ്സണാലിറ്റീസും അങ്ങനെയല്ല. പല പേഴ്സണാലിറ്റിയും യൂട്യൂബ് ചാനലിന് മുൻപിൽ ഒരു പേഴ്സണാലിറ്റിയാണ്. മറന്നു നിന്ന് ഇവരുടെ വായിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ വളരെ മോശമാണ്. അപ്പം ഓരോരുത്തർക്കും ഹേർട്ട് ആവാൻ ഓരോ കാരണമുണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അഖിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഖിലിൻ്റെ ഒപ്പീനിയൻ. ശോഭയുടെ റൈറ്റ് ആണ്. അത് ഇഷ്ടപ്പെടാതെ കേസ് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് അത് ശോഭയുടെ റൈറ്റ് ആണ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ അഖിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ വിശദീകരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഖിലിന്റെ ആ ഫെയിം ഇത്രയും റീച്ച് ഉള്ളത് കൊണ്ട് ഒരുപാട് പേരിലേക്ക് അഖിലിന്റെ വിശദീകരണം എത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പോലും ശോഭ അതിനെ വിശദീകരിച്ചത് കേട്ടിട്ടില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നുന്നതാണ്, ഇപ്പം അഖിൽ വിശദീകരിക്കുന്നു, ഇത്രയും മുന്നോട്ട് വന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് കാര്യങ്ങൾ തുറന്ന് അവതരിപ്പിക്കുമ്പോൾ ശോഭ എന്തുകൊണ്ട് അത് പറയുന്നില്ല? അതോ ശോഭ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവർക്ക് വരുന്ന സംശയങ്ങളാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന അവൈലബിൾ ആയ റിസോഴ്സസിന്റെ പ്രോബ്ലം ആയിരിക്കാം. പിന്നെ അൽഗോരിതംസ് യൂട്യൂബ് ചാനലൊക്കെ വരുമ്പം അതെന്ത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ റെഗുലർ വാച്ചിനെ ബേസ് ചെയ്തൊക്കെ ഇരിക്കട്ടെ. അല്ല, റിസോഴ്സസിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോഭയ്ക്കാണെങ്കിലും പറയാമെങ്കിൽ അവൾക്കും ഈസി ആയിട്ട് പറയാം. പക്ഷെ എനിക്കൊന്ന് ശോഭയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഒരു ഇത് വിശദീകരിച്ച് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനെക്കാട്ടിലും കാര്യങ്ങൾ
ലെറ്റ് us ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ് എന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന ശോഭ അങ്ങനെയാണ്. അപ്പം ശോഭ വിവാദമായത് തന്നെ ശോഭയുടെ സ്റ്റോറിൽ, വീവേഴ്സ് വില്ലേജ് സ്റ്റോറിൽ ഡ്രഗ്സ് കണ്ടുപിടിച്ച വിഷയത്തിൽ ശോഭയെ പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലാണ്. അത് തന്നെ അവൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവൾ എല്ലാവരുടെ മുമ്പിൽ തെളിയിച്ചത്. ഷീ വാസ് നോ വേ റെസ്പോൺസിബിൾ. എനിക്ക് ശോഭയെ നന്നായിട്ട് അറിയാം, ശോഭയ്ക്ക് അതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഒരു ബന്ധവും ഇല്ലാതെയാണ് ശോഭ അതിലേക്ക് എത്തിയത്. അപ്പം അവളത് വിളിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ അവൾ പോയിരുന്ന് സംസാരിക്കും അതിനെക്കുറിച്ച്. പക്ഷെ അതല്ലാതെ അവളായിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ച് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഷീ സമൺ ഹു ഡസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലും അവളുടെ ഇൻസ്റ്റഗ്രാമിലും അവളുടെ FBയിലും ഉള്ള മെസ്സേജസിലും ഉണ്ട് പലരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അവൾക്ക് വന്നിട്ടുള്ള മെസ്സേജും അവളെ മോശപ്പെട്ട രീതിയിൽ വന്ന മെസ്സേജും ഒക്കെ അവളുടെ ഏറ്റവും പേഴ്സണലായ മെസ്സേജസിലുണ്ട്. അതിൽ ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം മേ ബി ഷീ വോണ്ട്സ് ടു ആക്ട് അതിനഗേൻസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ചെയ്ത് കാണിക്കാനായിരിക്കും ചിലപ്പോൾ ശോഭ. ബട്ട് ഐ തിങ്ക് ദിസ് ക്വസ്റ്റൻ ഇസ് ബെസ്റ്റ് ടാസ്ക് ടു ഹർ. ശോഭയുമായിട്ടൊരു ഇന്റർവ്യൂ ഹരി ചെയ്യണം. അപ്പം ഷീ വിൽ ഡെഫിനറ്റ്ലി ഐ ഗെറ്റ് യു ദി കോൺടാക്ട്, ഞാൻ പറയാം. ഐ തിങ്ക് ഷീ ഷുഡ് അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് അതിനകത്ത് അവൾക്ക് പറയാൻ താല്പര്യമുള്ള വിഷയങ്ങളുള്ള പറ്റും. പക്ഷേ ശോഭ അറിയാന്നിടത്തോളം ഷീ ഈസ് സമൺ ഹു വോണ്ട്സ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇനി അഖിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അഖിലിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. എനിക്ക് അഖിലിനെ ഉള്ളതിനെക്കാട്ടിലും ആക്സസ് ശോഭയുടെ അടുത്താണുള്ളത്. അപ്പം മേ ബി എനിക്ക് ഒരു വൺ സൈഡഡ് വേർഷനാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ശോഭയാണ് എൻ്റെ ഏറ്റവും അടുത്ത ആൾ. ഞാൻ ആ വേർഷനാണ് കേട്ടിട്ടുള്ളതും. അപ്പം അങ്ങനെയും കൂടി ഒരു വേർഷൻ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ അഖിൽ ഫാൻസ് ആരും എന്നെ ചീത്ത വിളിക്കേണ്ട, എനിക്ക് അറിയില്ല. എനിക്ക് അഖിലിനായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പം എനിക്കറിയുന്ന ആളെ കുറിച്ച് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ അറിയണമെന്ന് ആഗ്രഹിച്ച ഒരു സംഗതിയാണ് അത്. ഇച്ചിരി കോൺട്രവേഴ്ഷ്യലൊക്കെ ആയ ഒരു വിഷയമാണ് മലയാളി ഹൗസ്. അത് എപ്പോഴും എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഓർമ്മ വരുന്ന ഒരു വാക്കായിരിക്കണം. പക്ഷെ എന്തും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കായിരിക്കണം. പക്ഷെ എത്ര മറക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഓർമ്മ വരും അല്ലേ? ഞാൻ ചോദിക്കാൻ വന്നത് അങ്ങനെ ആ ഹൗസിന്റെ കുറച്ച് അങ്ങനത്തെ ഡീറ്റെയിൽസ് അല്ല. പക്ഷെ എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്തു മലയാളികൾ, ഒരുപാട് വിവാദമായി. പക്ഷെ ഞാൻ എപ്പോഴും ആ വിവാദത്തെ തുടർന്ന് ആലോചിച്ചിട്ടുള്ളത്, ഇപ്പൊ രാഹുൽ അത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം രാഹുൽ അതിന്റെ പാർട്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പാർട്ടിൽ നിൽക്കുകയോ അതുമായി ഏതൊരു നിലയിൽ നിയന്ത്രിക്കാനോ കഴിയാത്തൊരു വ്യക്തിത്വമായിരുന്നു ദീപ. അന്ന് പിറകിലായിരുന്നു, അതായത് ആ ക്യാമറയ്ക്ക് പിറകിലായിരുന്നു ദീപ. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാഹുലിനോടൊന്നും സംസാരിക്കാൻ പോലും ആ കാലയളവിൽ കഴിയുന്നില്ല. അപ്പം ദീപ ഉറപ്പായും ഞാൻ കരുതുന്നു സ്ട്രെസ്ഡ് ആയിരിക്കും. രാഹുൽ ഒരു പക്ഷെ അതിനിടയിലുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി. രാഹുൽ വേറെ നിലയ്ക്കായിരിക്കും അതിനെ എടുത്തു പോയിട്ടുള്ളത്. പുറത്തുള്ള പ്രശ്നം അറിഞ്ഞിട്ടുണ്ടാവില്ല. ദീപ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു? അത് ഒരു മലയാളി ഹൗസ് വാസ് ഒരു എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചുള്ള ഒരു നൈറ്റ്മെയർ തന്നെയായിരുന്നു. പക്ഷേ രാഹുൽ അത് കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ രാഹുലിന് അത് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഹീ ഈസ് എ ബോൺ സ്ട്രാറ്റജിസ്റ്റ്. ചേട്ടന് നല്ലോണം അതിൽ കയറുമ്പോഴേ ചേട്ടൻ വാണ്ടഡ് ജയിച്ച് തിരിച്ച് വരണം എന്ന് ആഗ്രഹിച്ച് പോയ ആളാണ്. എനിക്കിത് എന്താന്ന് പോലല്ല, കാരണം ബിഗ് ബോസ് ഒന്നും ഞാൻ അന്ന് കാണത്തില്ല. ഹിന്ദി ബിഗ് ബോസ് ഒന്നും കാണുന്നേ ഇല്ല ഞാൻ. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് ദിസ് ഇസ്. അപ്പം ഞാൻ വെച്ചാൽ 100 ദിവസം മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ സംസാരിക്കാൻ പറ്റുമായിരിക്കും, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ചേട്ടന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു വാട്ട് ഹീസ് ഗെറ്റിംഗ് ഇൻ ടു എന്നുള്ളത്. ചേട്ടന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഹരി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പോലും എന്നിൽ ഒരുപാട് ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സമയമാണത്. അതായത് തീ ഇല്ലാതെ പുക വരില്ല, ഇത്രയൊക്കെ നടക്കുന്നു, ഇങ്ങനെ കണ്ണടച്ച് രാഹുലിനെ വിശ്വസിക്കരുത് എന്നൊക്കെ. പക്ഷേ നേരത്തെ ഹരി പറഞ്ഞ് എന്നിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടോയെന്ന് പറഞ്ഞു. അതൊന്നും അല്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഏറ്റവും എനിക്ക് എന്നിൽ ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനൊരാളെ വിശ്വസിച്ചാൽ എനിക്കതല്ല എന്ന് കൺവിൻസ്ഡ് ആവുന്ന രീതി പിടിക്കുന്നവരെ ഞാൻ വിശ്വസിക്കും. അതാര് പറഞ്ഞാലും അതിൽ ഞാൻ പിന്മാറില്ല. പക്ഷേ ഞാൻ പിടിച്ചാൽ പിന്നെ ഇറ്റ് വിൽ ബി ഗോൺ ഫോർ എവർ. അപ്പം മലയാളി ഹൗസിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഇറ്റ് വാസ് എ ഗെയിം ഷോ. ആൻഡ് രാഹുൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ ജയിക്കാൻ തന്നെ പോയതാണ്. രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിയത് ജയിച്ച് തന്നെയാണ് ഇറങ്ങിയത്. ഇറങ്ങി വന്ന് ഞങ്ങൾ തമ്മിൽ വളരെ ഓണസ്റ്റായിട്ട് സംസാരിച്ച് അവിടെ നടന്ന A to Z കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഷെയ്ക്ക് ചെയ്ത ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ലോകരെല്ലാവരും ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യിച്ചെങ്കിലും എനിക്കതിൽ യാതൊരു അർത്ഥവും ആ ടൈമിൽ എനിക്ക് കണ്ടില്ല. കാരണം ഐ നോ ദിസ് മാൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്താണ്? ഒരു ഇത്ര ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ അവസരങ്ങളെക്കുറിച്ച്, ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഹീ ഈസ് ഇൻ എ വെരി യങ് ഏജ്. ആ യങ് ഏജിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പോയി, എന്തായാലും ഇറങ്ങി. ഇനിയിപ്പം ഇടയ്ക്ക് വെച്ച് എലിമിനേറ്റഡ് ആവുന്നതിനെക്കാട്ടിലും എൻ്റെ വരെ നിൽക്കണം.
അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജി അറിയാം. ദർ ഷുഡ് ബി കോൺട്രവേഴ്സി, ദർ ഷുഡ് ബി കോണ്ടന്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോയിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല. വെറുതെ രാഹുൽ ഈശ്വർ പങ്കെടുത്ത് കുറച്ച് ചീത്തപ്പേരുണ്ടാക്കി 3-ാം ദിവസം എലിമിനേറ്റ് ആയി വരുന്നതിനെക്കാട്ടിലും ഭേദം കുറച്ച് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല, ലാസ്റ്റ് വരുന്നത് ജയിച്ച് തിരിച്ച് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഹി ഡിഡ് ഇറ്റ്, ഹി കെയിം ബാക്ക്. വേറെ ഞങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം അതേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിതിന് ഒരു മലയാളി ഹൗസ് പറഞ്ഞാൽ ഞാൻ ലൈഫ് മുഴുവൻ കളയുന്നത് എന്തിനാ? അപ്പം ഇറ്റ്സ് എ വെരി, എനിക്ക് പൂർണ്ണമായിട്ട് ക്ലിയർ ആണ് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് വിട്ടിട്ടില്ല. ഇനി നാളെ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും വരില്ല, പക്ഷെ അങ്ങനെ വന്നാൽ എൻ്റെ വിശ്വാസം മുഴുവൻ പോകും. ബട്ട് ദാറ്റ് ഈസ് വൺ തിങ് അബൌട്ട് മീ, ഐ ട്രസ്റ്റ് സംവൺ, ഐ ട്രസ്റ്റ് 100%. അൺലെസ് ഞാനായിട്ട് കണ്ട് എനിക്കറിയാം, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതൊരു ഗെയിമല്ലേ, അതിനെ ഒരു ഗെയിമിൻ്റെ രീതിയിൽ കാണുക. ഇപ്പം എനിക്കിതൊക്കെ പറയാൻ പറ്റുന്നു. അന്ന് ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, എന്നുവെച്ചാൽ എനിക്കിതൊക്കെ പുതിയതായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണ് മാത്രമല്ല ശരിക്കും മലയാളികൾക്ക് മൊത്തം പുതിയൊരു അനുഭവം. ആ പുതിയത് കാരണം തന്നെ അവരതിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. ആർക്കും ഇതൊരു ഗെയിമാണ്, അതിനകത്ത് പോയി. ഇന്ന് പക്ഷേ ബിഗ് ബോസിൽ പലപ്പോഴും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുറത്ത് ചർച്ചയാവും, ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ മുമ്പ് അങ്ങനെയല്ല, ഇത് അവിടെ എന്തോ സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ്. പക്ഷെ ദീപ പറഞ്ഞതുപോലെ രാഹുൽ ഒരു ബോധപൂർവം സ്ട്രാറ്റജിക്കലി ആലോചിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത സാധനമാണെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് രാഹുലിന് മാത്രമാണ് ആ മലയാളി ഹൗസിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഇറങ്ങിക്കഴിഞ്ഞും കോൺടാക്റ്റ് ഉണ്ട്. സോ അതിനകത്ത് എന്തെങ്കിലും ഒരു മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ അങ്ങനെയൊന്നുമില്ല. ഹീ ഈസ് ഇൻ ടച്ച്. ഇപ്പം ആസ് ഓഫ് നൗ ലേറ്റസ്റ്റ് എന്താ സ്റ്റേറ്റസ് എനിക്കറിയില്ല, ബട്ട് ഹി വാസ് ഇൻ ടച്ച് വിത്ത് ഓൾ ഓഫ് ദം. അപ്പം അതിനകത്ത് നല്ല കുറച്ച് കൂട്ടുകാരെ കിട്ടി, നല്ല ഇതുണ്ടായി. നമ്മൾ അതേ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുക. ഒരുപാട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യമാണെങ്കിൽ മാത്രമേ അതിനെ ചെയ്യാം. എനിക്ക് 100% ഷുവറാണ് അവിടെ ഇറ്റ് വാസ് എ ഗെയിം. ആൻഡ് ആ ഗെയിം ഞാൻ ജയിക്കാനായി കളിക്കുന്നതെന്ന് പറയുന്നത് ജയിക്കാനായി തന്നെ രാഹുൽ പോയതാണ്. ആൻഡ് ഹി വൺ ഇറ്റ്. ഐ വോണ്ട് സേ ഐ എം പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പറയില്ല ഒരിക്കലും ദാറ്റ് ഓക്കെ രാഹുൽ മലയാളി ഹൗസിൽ പോയി ജയിച്ചത് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ എങ്ങും പറയുന്നൊരു കാര്യമായിരിക്കില്ല. നാളെ ഒരു അവസരം വീണ്ടും ബിഗ് ബോസിൽ വന്നാൽ പോകുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പോകരുതെന്നേ പറയുള്ളൂ. പക്ഷേ രാഹുൽ ഉറപ്പായിട്ട് പോകും. എനിക്ക് 100% ഉറപ്പാണ്. ബിഗ് ബോസിലേക്ക് രാഹുലിനെ വിളിക്കുകയാണെങ്കിൽ രാഹുൽ ഉറപ്പായിട്ട് പോകും. ഞാൻ പോകണ്ടെന്ന് പറയുകയും ചെയ്യും. അന്നും ഇതേപോലെ തന്നെ ഞങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ഇടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും വി റെസ്പെക്ട് ഈച്ച് അതർ. ആ റെസ്പെക്റ്റിൽ നമ്മൾ മുമ്പോട്ട് പോവാണ്. ദീപയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. എന്നോട് ഒരാൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം കൂടിയാണ്. ദീപയുടെ ശരിക്കുള്ള ഒറിജിനൽ പേര്, അച്ഛൻ അമ്മ സർട്ടിഫിക്കറ്റിൽ ആദ്യം ഇട്ട പേരെന്തായിരുന്നു? ദീപ വിജയൻ. ആ പേര് വിവാഹിതയായതിനു ശേഷമായിരിക്കണം ദീപ രാഹുൽ ഈശ്വർ എന്ന് മാറ്റിയത്. അപ്പൊ ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ മുന്നേ നടന്ന ഒരു ഡിസ്കഷനിൽ ഇച്ചിരി വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് പറഞ്ഞത് നമ്മുടെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള അങ്കിത. ഞാൻ അങ്കിതയോട് ചോദിച്ചു ഈ വിനോദ് ആരാണ്? അപ്പൊ അച്ഛന്റെ പേരാണെന്ന് പറഞ്ഞു. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, വിവാഹം കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ പേരാണോ വിനോദായിട്ട് ആഡ് ചെയ്തതെന്ന് ഞാൻ വെറുതെ ഒരു തമാശ പോലെ ചോദിക്കുകയായിരുന്നു. അപ്പൊ അങ്കിത പറഞ്ഞു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ പേരൊന്നും മാറ്റത്തില്ല. കാരണം ഇത് ഒരു ഫിലിമിൽ പറഞ്ഞ പോലെ അതൊരു ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഒന്നും അല്ലല്ലോ. അപ്പം എന്റെ പേര് ഞാൻ എന്താണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് ഹസ്ബൻഡിന്റെ പേരിട്ടിട്ട് അദ്ദേഹത്തോട് സ്നേഹം കാണിക്കേണ്ട സാഹചര്യം വരുന്നില്ലല്ലോ. ദീപ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തത്? ഓക്കെ, ഇപ്പം എന്റെ പേര് ദീപ വിജയൻ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഓണർഷിപ്പ് എന്റെ അച്ഛനാണെന്നും, ദീപ രാഹുൽ ഈശ്വർ ആണെങ്കിൽ എൻ്റെ ഓണർഷിപ്പ് എൻ്റെ ഭർത്താവാണെന്നും ഞാൻ വിശ്വസിക്കത്തില്ല. നമ്മുടെ പേര് മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേരിനോടൊപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്നിൽ ഓണർഷിപ്പ് ഇല്ലേ? പക്ഷെ അമ്മയുടെ പേര് എൻ്റെ അറ്റത്തിരുന്നില്ലല്ലോ, ദീപ ശോഭ എന്നല്ലല്ലോ, ദീപ വിജയൻ എന്നല്ലേ. അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതാണ് എൻ്റെ, പക്ഷെ അച്ഛൻ്റെ പേര് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം അതൊന്നുമല്ല, അതൊരു എന്താ പറയുക, നമ്മൾ പണ്ട് തൊട്ട് നടന്നു വരുന്ന ഒരു രീതി. അതുകൊണ്ട് അച്ഛൻ്റെ പേര് ചേർക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ചേർത്തതെന്ന് വെച്ചാൽ, ഞാൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി പൈങ്കിളിയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഞാൻ വളരെ പ്രണയിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് ആ സമയത്ത്. ആ സമയത്ത് ഇപ്പോഴും സ്നേഹമുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രയോറിറ്റി വന്നല്ലോ. പക്ഷെ അന്ന് നമ്മുടെ ലൈഫിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ. അപ്പം ആ ഒരു ഫീലിങ്ങിൽ ഞാൻ കല്യാണം കഴിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഐ വോണ്ട് ടു ബി അസോസിയേറ്റഡ് വിത്ത് ഹിം. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റഡ് ആവണം എന്ന അതിയായ ഒരു ആഗ്രഹമുണ്ട്. അസോസിയേറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡീല് പോലെയല്ല, പക്ഷെ ലൈഫിൽ അങ്ങനെ ഒരു പോസിറ്റീവ് വ്യക്തി എന്നോടൊപ്പം വേണം എന്ന എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ വിളിച്ചോതുക തന്നെയായിരുന്നു എൻ്റെ പേരിലൂടെയും. ബട്ട് ദാറ്റ്സ് പ്യോർലി മൈ ചോയ്സ്. ഇപ്പം അങ്കിതയുടെ അച്ഛൻ്റെ പേര് എടുക്കുന്നുണ്ടെങ്കിൽ ഷീസ് ടോട്ടലി റൈറ്റ് ഇൻ ഹേർ സെൽഫ്. പക്ഷെ ഒന്ന് ശരിയോ ഒന്ന് തെറ്റോ ഒന്ന് ദയവ് ഇത് പറയരുത്. അത് മാത്രം തന്നെ എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ പേരിടുന്നവരെല്ലാവരും കുലസ്ത്രീയും
അല്ലാത്തവരൊക്കെ വളരെ സ്മാർട്ടായ, അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഓണർഷിപ്പ് ഞാൻ രാഹുലിന് കൊടുത്തൊന്നുമല്ല, എന്നാൽ എൻ്റെ ഒരു കാര്യത്തിൽ രാഹുൽ ഇടപെടാറില്ല. ഞാൻ പറയും എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു അഭിപ്രായം പറയുന്നത്, പക്ഷേ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ആ ടൈമിൽ അതെൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരുന്നു. ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരിഡ് ടു ഹിം. ഐ വാണ്ടഡ് the world to know that I'm married to him. ഒരുപക്ഷെ അത് സൊസൈറ്റി പകർന്നു തന്ന ചില പരമ്പരാഗത ചിന്തയുടെ തുടർച്ച തന്നെയാവും ദീപയുടെ മനസ്സിലെ. അല്ലാന്ന് പറഞ്ഞാൽ കള്ളമായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി എന്താ പറയാ, നമുക്ക് കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ പേര് ഇടുന്നു എന്നുള്ളത് പാരമ്പര്യമായിട്ട്. എൻ്റെ അമ്മയുടെ പേര് ശോഭ കുമാരി എന്നായിരുന്നു പണ്ട്. പക്ഷെ എനിക്കറിയുന്ന കാലം തൊട്ട് എൻ്റെ അമ്മ ശോഭ വിജയനാണ്, അച്ഛൻ്റെ പേരാണ് വെച്ചിട്ടുള്ളത്. അമ്മയുടെ അച്ഛൻ്റെ പേര് ഏതാന്നൊക്കെ ഞാൻ ചോദിച്ച് പിന്നെ മനസ്സിലാക്കിയത്. അല്ലാതെ അമ്മയുടെ ഒരു റെക്കോർഡ്സിലും പരമേശ്വരൻ എന്നായിരുന്നു പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെ പേര് എങ്കിലും ഞാൻ കണ്ടിട്ടില്ല. എല്ലായിടത്തും ശോഭ വിജയൻ എന്നാണ്. അപ്പം പരമ്പരാഗതമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല, ഞാൻ ഇതിടണോ, രാഹുൽ ഈശ്വറിനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെ മാറ്റിയാൽ അതിൻ്റെ എങ്ങനെയായിരിക്കേണ്ടത്, അങ്ങനെ ഞാൻ ആലോചിച്ചൊന്നുമില്ല. ഐ വാസ് മാഡ്ലി ഇൻ ലവ് അറ്റ് ദാറ്റ് പോയിന്റ്. ഐ വാണ്ടഡ് ഹിസ് നെയിം ടു ബി അസോസിയേറ്റഡ്. കുട്ടികൾ, പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പേരിൽ എന്റെ കൂടെ പേരിടുന്നോണ്ട് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഞാനാണല്ലോ. അത്യാവശ്യം നീളമായിപ്പോഴല്ലേ, ഇപ്പൊ ഓൾറെഡി നീളമായിപ്പോയി. പക്ഷെ ദീപ രാഹുലേശ്വരതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഒരു ഋതമുണ്ട്. എന്റെ ഒരു കസിൻ ഉണ്ട്, രഞ്ജിനിയുടെ അമ്മയുടെ പേര് ജ്യോതി എന്നാണ്, അച്ഛന്റെ പേര് രമേശ് എന്നാണ്. അവളുടെ പേരിട്ടിരിക്കുന്നത് രഞ്ജിനി ജ്യോതി രമേശ് എന്നാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ഹിയർ ആൻഡ് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇടുന്നതുകൊണ്ട് എനിക്ക് തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെ. ഞാൻ എൻ്റെ പേരിൻ്റെ അറ്റത്ത് രാഹുൽ ഈശ്വർ ഇട്ടത് ട്രഡീഷണലി അങ്ങനെ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ മാറ്റാൻ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര സിന്ദൂരൊക്കെ തൊട്ട് എനിക്ക് ടു ബി മാരിഡ് വാസ് ബ്യൂട്ടിഫുൾ ഫോർ മീ. അപ്പം ഞാൻ എന്നെ ആരോ കണ്ടപ്പോൾ എനിക്കറിയാം, നിഖിലാണെന്ന് തോന്നുന്നു, പണ്ടത്തെ നമ്മുടെ സിംഗ് ആൻഡ് വിൻഡിലെ നിഖിൽ നിമ്മിയിലെ നിഖിലേട്ടന് ഏതോ ഒരു അവതാറിൻ്റെ കൂട്ടായ്മയിൽ നിഖിൽ എന്നെ കണ്ടപ്പോൾ യു ലുക്ക് വെരി മച്ച് മാരിഡ്. കാരണം ഞാൻ ഫുൾ സിന്ദൂരമൊക്കെ തൊട്ട് ഞാൻ ഇങ്ങനെ ഫുള്ളി മാരിഡ് ആയിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പം ഞാൻ ആ പേര് അങ്ങനെ ഇട്ടു. ഇന്ന് അങ്ങനെ ഇടുമായിരുന്നു എന്ന് വെച്ചാൽ ഇന്നാണെങ്കിലും ഞാൻ പേര് എളുപ്പം ഇടും. കാരണം ഐ ലവ് ദാറ്റ് തിങ് ഓഫ് മാരേജ് ആൻഡ് ബീയിങ് മാരിഡ്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ സമ്പ്രദായങ്ങളും ഞാൻ നന്നായിട്ട്, എൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര എതിരായിരുന്നു. അതുകൊണ്ട് കല്യാണം ഒരു എന്താ പറയുക, ഒരു അമ്പലത്തിൽ പോയി അച്ഛൻ മാത്രം വന്ന് നടത്തി. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ഞാൻ ആഘോഷിക്കണ്ടേ. അവിടെ ഞാൻ ആസ്വദിച്ച് ഞാൻ ചെയ്തു എന്നുള്ളൂ. അതിനകത്ത് വേറെ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. തീർച്ചയായും ഇത്രയും കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിത്വത്തിന് ലൈഫിലെ ഡിഫിക്കൽട്ടായിട്ടുള്ളതോ ഗ്രേസ്ഫുൾ ആയിട്ടുള്ളതായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മുടെ ലൈഫ് എപ്പോഴും ഡിസിഷൻസ് ആണ്. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് നമ്മുടെ ലൈഫ്. ഇങ്ങനെ ലൈഫിലെടുത്ത ഒരു ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ, അതുപോലെ തന്നെ ലൈഫിലെടുത്ത ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു അബദ്ധമായി പോയ ഒരു ഡിസിഷൻ, അത് പറയണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എനിക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ 2 തീരുമാനങ്ങളാണ് എൻ്റേത് മാത്രമായിട്ട് ഞാൻ എടുത്തത്. അതിന് വേറെ ആരുടെയും ഒരു സപ്പോർട്ട് നോക്കാതെ ഞാൻ എടുത്ത 2 തീരുമാനങ്ങളാണ്. ഒന്ന്, എൻ്റെ വിവാഹം. എനിക്ക് പഠിച്ച കാലത്തിലും സ്കൂൾ ലൈഫും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് എഴുതിയതും എൻജിനീയറിംഗിന് കയറിയതും എല്ലാം എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞ പ്രകാരമാണ്. അമ്മയും അച്ഛൻ, ഞാൻ ടി വിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാൻ അതിന് വേണ്ടി ഓഡിഷന് പോയത് എൻ്റെ അമ്മ ഒരാൾ പറഞ്ഞിട്ടാണ്, അമ്മ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. നത്തിങ് വാസ് മൈ ഓൺ ഡിസിഷൻ. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത കാര്യമാണ്. എനിക്ക് പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. എനിക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും വെറുതെ ഇരുന്നാൽ മതി, അങ്ങനത്തെ ഇവിടെയൊക്കെ മടിച്ചായ ഒരാളായിരുന്നു. പക്ഷെ എന്നെ അമ്മയാണ് പുഷ് ചെയ്തതിലേക്ക് പോയത്. അതേപോലെ എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും ഭയങ്കര പേടിയുള്ള ആളായിരുന്നു, വണ്ടി ഓടിക്കാൻ. പക്ഷെ എൻ്റെ അമ്മയാണ് ചെയ്തത്. എല്ലാം എൻ്റെ അമ്മ പറഞ്ഞാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ എടുത്തത് കല്യാണത്തിൻ്റെ സമയത്താണ്. കാരണം എൻ്റെ വീട്ടുകാരെല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു കല്യാണത്തിന്. അത് ഒരു സിനിമ ആക്കാനുള്ള ഒരു കഥയുണ്ടല്ലോ, ചില ഹൗസ് അറസ്റ്റിലൊക്കെ ആക്കി എൻ്റെ ഫോണൊക്കെ എടുത്ത് മാറ്റി, അങ്ങനെ വലിയ വിവാദമായിരുന്നു. എന്നെ ശരിക്കും പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരികയൊക്കെ ചെയ്തു. അവിടെയൊക്കെ ഞാൻ ചില ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് ഞാൻ എടുത്തത്. എനിക്ക് ഇന്നും ഓർക്കുമ്പോൾ എനിക്കറിയില്ല എന്താണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഷോക്കായി ആയ ഒരു സംഭവമായിരുന്നു അത്. കാരണം അത്രയും നാളും ഒരു ഡിസിഷൻസും ഞാൻ എൻ്റേതായിട്ട് എടുത്തിട്ടില്ല. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. ഞാനായിട്ട് എടുത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ വിവാഹമായിരുന്നു. മേ ബി ഞാൻ അത്രയും കൺവിൻസ്ഡ് ആയതുകൊണ്ടായിരിക്കും, അത്രയും എനിക്ക് ആ ഒരു എൻ്റെ ഡിസിഷനിൽ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും വേറെ ഒന്നും ഞാൻ എന്നെ ഏക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ അതിലേക്ക് യെസ് പറഞ്ഞു.
രണ്ടാമത് ഞാൻ എടുത്ത ഡിസിഷൻ, ഞാൻ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്ത ഒരു 2 years ഉണ്ടായിരുന്നു. ജോലി കളയാം എന്ന് ഞാൻ വിചാരിച്ചത് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ചുറ്റും. കാരണം ജോലി കളഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ HR-ലാണ്. HR-ൽ അങ്ങനെ ഒരുപാട് ജോലികൾ ഇങ്ങനെ കിടക്കുന്നതല്ല. നമ്മൾ വളരെ നിഷ്ഠായിട്ടുള്ള ജോലികൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സെലക്റ്റീവ് റോൾസേ ഉള്ളൂ. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ജോലി ഇടുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു സപ്പോർട്ടും, ആ മോറൽ സപ്പോർട്ട് ആ ഡിസിഷൻ എനിക്ക് എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് മൈ ഡിസിഷൻ ബിക്കോസ് ഐ വാണ്ടഡ് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഐ ടുക്ക് എ ബ്രേക്ക്. എന്നെ ആ സമയത്ത് നന്നായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്തു, ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ ഡിസിഷന് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചേട്ടനുൾപ്പെടെ എല്ലാവർക്കും ജോലി കളയണോ എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഐ വെന്റ് അഹെഡ് ആൻഡ് ടുക്ക് ദാറ്റ് ഡിസിഷൻ. ഈ 2 ഡിസിഷൻസാണ് ഞാൻ ലൈഫിൽ എൻ്റെ മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഈ 2 ഡിസിഷൻസും എനിക്ക് തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ബോത്ത് വർ ഗുഡ്. ആ സമയത്ത് എൻ്റെ ഹെൽത്ത് മോശമായിരുന്നു. ഹെൽത്ത് ശരിയായി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ച് IBSൽ തന്നെ കയറാമായിരുന്നു. ബട്ട് ഐ ഡിസൈഡ് ആൻഡ് ടേക്കിംഗ് ദ ബ്രേക്ക്. ആൻഡ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും വരില്ല. അതുകൊണ്ട് വീട് നന്നായിട്ട് എനിക്ക് പിള്ളേർ നോക്കാൻ പറ്റി, രണ്ടാമത്തെ കുഞ്ഞുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നല്ലത് സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ എടുത്ത ഈ 2 ഡിസിഷൻസും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ലൈഫിൽ വേറെ ഡിസിഷൻസ് ഒന്നും അങ്ങനെ ഞാനായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, രണ്ടാമതൊരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിച്ച് വി ഷുഡ് ഗോ ഫോർ ഇറ്റ്. വി ഷുഡ് ഹാവ് എ സെക്കൻഡ് ചൈൽഡ്. കാരണം ആദ്യത്തെ കുഞ്ഞിന് 6 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയിരുന്നു, ഒരാൾ മതി. പക്ഷേ രണ്ടാമതൊരു കുഞ്ഞു കൂടെ വേണമെന്നൊരു ആഗ്രഹം തോന്നി. ഐ തിങ്ക് ആ തീരുമാനം വളരെ നല്ലതായിരുന്നു തോന്നി. പിന്നെ ഇപ്പോൾ രണ്ടാമത് ജോബിൽ കയറിയത് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ഓഫ് മൈ ലൈഫ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു വർക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ സത്യമായിട്ടും ഒരു അബദ്ധമായി. പിന്നെ വേണമെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ധാരാളം ഫിലിം ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പഠിത്തം കാരണം ഞാനത് കുറേ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പഠിത്തവും അതും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി എനിക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഒന്നുമില്ല, മിക്ക ഓഫേഴ്സ് എനിക്ക് കിട്ടത്തില്ല. കാരണം ഒബ്വിയസ്ലി ഏജും മുൻപോട്ട് പോവാണ്, നമുക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് മുൻപോട്ട് പോവാണ്. പിന്നെ എനിക്ക് പറ്റില്ല, പിള്ളേരുണ്ട്. അപ്പം പ്രയോറിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഐ തിങ്ക് അന്ന് മേ ബി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഏതൊക്കെ സിനിമകളാണെന്നും ഏതൊക്കെ അതൊക്കെ എടുത്തിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പഠിത്തവും ഒരുമിച്ച് കൊണ്ടുവരുന്നെങ്കിൽ ഇതിനെക്കാട്ടും സക്സസ്ഫുൾ ആവാൻ ഇൻ ദ സെൻസ് കുറെ കൂടിയൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനും ഒക്കെ കുറെ കൂടി പറ്റുമായിരുന്നു. ഫിലിം ഇപ്പോഴും ഒരു ആഗ്രഹമാണോ? ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പൊ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പോകുമായിരുന്നു. അപ്പൊ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് സിനിമ എന്നൊരു കാര്യത്തിന്റെ ആ ഒരു ഫെയിമോ അങ്ങനത്തെ കാര്യങ്ങളല്ല, സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ആ ആഗ്രഹം പിന്നെയും തോന്നിയത് മറ്റേ എന്ന് നിന്റെ മൊയ്തീൻ സിനിമ കണ്ടപ്പോൾ ഐ വാസ് തിങ്കിങ് ആ ഒരു കഥയെക്കുറിച്ച് എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു കഥയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർവതിക്കും പൃഥ്വിരാജിനും എന്ന 2 ആക്ടേഴ്സിന് ആ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആ സിനിമ കണ്ടപ്പോൾ ഓർത്ത് ഇത്രയും നല്ലൊരു ക്രാഫ്റ്റിന്റെ ഭാഗമാവാൻ എനിക്ക് അവസരമുണ്ടായിട്ട് ഞാൻ അന്ന് അതൊന്നും ആലോചിച്ചില്ലല്ലോ എന്നെനിക്ക് തോന്നി. ഇറ്റ് ഈസ് ടു ബി പാർട്ട് ഓഫ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് that can influence millions of people. എത്ര പേർക്ക് ആ അവസരം കിട്ടും? ആ അവസരം വന്നിട്ട് ഞാൻ അതിനെ ജസ്റ്റ് അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണ്ടു. അത് ഏറ്റവും ചെറിയൊരു രീതിയാണ് അതിനെ കാണേണ്ടത്. ഇറ്റ് ഇസ് എ ഹ്യൂജ് വേ ഓഫ് ഇൻഫ്ലുവൻസിങ്. ചെറിയൊരു റോളാണെങ്കിൽ പോലും ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലെ ഒരു ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ബിക്കോസ് അത്രത്തോളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേറെ ഒരു മാധ്യമത്തിനും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതിലൊരു ചെറിയ റോളെങ്കിലും ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ക്രാഫ്റ്റാണ് അത്. സോ അതിൽ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ട്. അടുത്ത് തന്നെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ടോ അല്ലാതെയോ ദീപയ്ക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഡെഫിനറ്റ്ലി നല്ലൊരു പ്രോസസ്സ് അല്ലെങ്കിൽ നല്ലൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണെങ്കിൽ ചെറുതാണെങ്കിൽ പോലും സമാധാനം ഉണ്ടാവും. എനിക്ക് ഞാൻ കുറെ കൂടി പ്രായമാകുമ്പോൾ ഞാൻ ഓക്കെ ഐ വാസ് പാർട്ട് ഓഫ് ദ ഫിലിം മേക്കിംഗ് തിങ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇതാണ്. ഞാൻ അടുത്തൊരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണം സ്ത്രീ പീഡനത്തിന് കാരണമാകുന്നു എന്ന കോമന്റ് മുന്നേ റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും പക്ഷം ചേർന്നു. ചിലർ ഒരു പക്ഷം പിടിക്കാതെ ഒരു പക്ഷേ അതിന് വസ്ത്രധാരണത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ എന്നെങ്കിൽ പോലും വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ട്. ദീപ ഈ ഒരു വിഷയത്തിൽ സ്ത്രീകൾ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്നാണോ, അതോ സ്ത്രീകൾ ഏത് നിലയിലുള്ള വസ്ത്രം ധരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണോ സംസാരിക്കുന്നത്, അതോ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു രീതിയിലാണോ ദീപ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു വെച്ചാൽ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റെസ്ട്രിക്ഷൻ 2 കൂട്ടർക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എവിടെ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു വര വരയ്ക്കും എന്നുള്ളത് അടുത്ത ചോദ്യമായി മാറും. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു, ഇപ്പം ഞാനൊരു ജീൻസ് ഒരു ടോപ്പ് ഇടുന്നു, അതും എൻ്റെ സ്വാതന്ത്ര്യം. നാളെ ഞാൻ വിചാരിക്കുകയാണ് ഈ ടോപ്പ് എനിക്ക് ജസ്റ്റ് ടോപ്പ് വേണ്ട, ജസ്റ്റ് ഹാഫ് മതി, അല്ലെങ്കിൽ അത് എനിക്ക് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം എന്നിട്ട് എനിക്ക് അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറയാൻ പറ്റും. അപ്പം നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മുമ്പോട്ട് പോകുക എന്നൊരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഈ സ്വാതന്ത്ര്യത്തിനോട് എനിക്കുള്ള ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും പറയുമോ ഞാൻ അങ്ങനെ വീണ്ടും കുലസ്ത്രീ ആയതുകൊണ്ട്. അതുകൊണ്ടല്ല, റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ട്. എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരികയാണ്. അവരെയും ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം. എൻ്റെ കയ്യിലൊരു 10 കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എൻ്റെ അമ്മ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം. അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ് ആണ്, അച്ഛൻ എടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും, അവിടെ നീ വരണ്ട, അങ്ങനെയല്ല. നാളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ കെയറും അറ്റൻഷനും അവന് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു പുരുഷനായിട്ട് വേണം. അതുപോലെ തന്നെ എനിക്കൊരു മോളുണ്ടെങ്കിൽ മോളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോളെ നിനക്ക് അഴകായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ അഴകിനെ അങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിപ്പം വസ്ത്രധാരണത്തിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും കാണിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് ഒരു സ്ത്രീയോ പുരുഷനോ പോകാൻ പാടില്ല. ഇപ്പം വസ്ത്രധാരണമാണോ ഇങ്ങനെയുള്ള ഇതിന് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞാൽ പച്ച കളാവില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അതിൽ കാരണമല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കാരണമാണ്. ഈ അടുത്തിടയ്ക്ക് അമല പോൾ ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നമായി. അമല പോളിൻ്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. പക്ഷേ നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയുമോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനൊരു ഡ്രസ്സ് എൻ്റെ സ്വാതന്ത്ര്യത്തിനിടുന്നു എന്ന് എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിലൊരു തെറ്റില്ലേ? എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്. എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വേറൊരാൾക്കും. അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കട്ട് ചെയ്താലേ വേറൊരാൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അമിതമാണെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടാവുള്ളൂ. അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. എവ്രി വൺ ഇസ് ഹ്യൂമൻ. എല്ലാവരും നാച്ചുറലായിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്. ഒരു പുരുഷനും ഉണ്ട്, ഒരു സ്ത്രീക്കും ഉണ്ട്. നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും. അപ്പം നമ്മൾ എല്ലാത്തിലും ഒരു ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീ ശ്രദ്ധിക്കണം, നിന്റെ കോസ്റ്റ്യൂംസും നീ എന്താ ഇട്ടുകൊണ്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പ് വരുത്തിയേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിടുള്ളൂ. എൻ്റെ അമ്മ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഇന്നേ വരെ, അതുകൊണ്ടൊന്നല്ല, എനിക്ക് ലൈഫിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ അവരുടേതായ വസ്ത്രധാരണമുണ്ട്. ഈ വസ്ത്രധാരണങ്ങൾ പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ ചിന്തിക്കുമ്പോൾ എക്സ്പോസ്ഡ് ആണ് എന്ന് തോന്നുന്ന വസ്ത്രധാരണങ്ങൾ മറ്റ് പല രാജ്യങ്ങളിലും അത് സ്വാഭാവിക വസ്ത്രധാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു വസ്ത്രധാരണമാണ്, അവിടെയും പുരുഷന്മാരുണ്ട്, ഒരുപക്ഷെ ഇതിന്റെ പിറകിലുള്ള ഒരു കാരണം ആയിട്ട് ഈ വസ്ത്രധാരണം മാറുന്നു, അല്ലെങ്കിൽ അതൊരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? അല്ല, വസ്ത്രധാരണമല്ല, കൾച്ചറാണ്. ഇപ്പം വേറൊരു US-ലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു കൾച്ചറാണോ നമ്മുടെ നാട്ടിലിവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യം, ഇപ്പം ഞാൻ ശ്രീകാര്യം ജംഗ്ഷനിൽ എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വസ്ത്രം പോയി പൗടിക്കോണത്ത്, ഞാൻ താമസിക്കുന്ന പൗടിക്കോണത്താണ്, പൗടിക്കോണം ജംഗ്ഷനിൽ എൻ്റെ സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് ഞാൻ പോയി എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ US-ലൊക്കെ എല്ലാവരും ഇടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ഇട്ടാലെന്ന് ചോദിച്ചാൽ ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ എനിക്കതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ ഒരു ലൈഫ് വേണം ഞാൻ മുമ്പോട്ട് പോകാൻ. ദീപ പറയാതെ പറയുന്നത്, ഞാൻ സോറി ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കുന്നത്, പറയാതെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അനുസരിച്ച് നമ്മുടെ കൾച്ചർ ആണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന കാരണത്തിലൂടെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള റേപ്പ് പോലുള്ള ചില അറ്റംപ്റ്റിന് കാരണമാകാൻ ചിലരുടെ പിറകിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പുരുഷന്മാർ ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് നോർമലാണ്. ഇപ്പം തന്നെ ഹരി പറഞ്ഞു പുറത്തുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നോർമൽ അല്ലേന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ അത് നോർമൽ അല്ല. അപ്പം നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ നോക്കില്ലേ? നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മളെ ചർച്ച ചെയ്യില്ലേ? നമ്മൾ എന്നും കാണാത്ത എന്ത് കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ 2 വട്ടം അതിനെപ്പറ്റി സംസാരിക്കില്ലേ? അപ്പം നോർമൽ അല്ലാത്ത ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കാര്യമില്ല. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്, വി ആർ ഇൻ എ സൊസൈറ്റി അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ
ഭാഗമായിട്ട് വസ്ത്രം കുറച്ചുകൂടെ സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു. അതേപോലെ തന്നെ പുരുഷന്മാരും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാർ കയറി എന്തെങ്കിലും കുറച്ച് സ്മാർട്ടാണെങ്കിൽ, കുറച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്ത്രീകളാണെങ്കിൽ എന്തൊക്കെയാണ് സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായിട്ട് പുരുഷന്മാർ കയറി പറയുന്നതോ അവളുടെ വിചാരം അവൾ ഭയങ്കര കേമിയാണ് അതേതാന്ന്, അതും എന്നാൽ പിന്നെ സ്വാതന്ത്ര്യമല്ലേ. അപ്പം ആ സ്വാതന്ത്ര്യവും കട്ട് ചെയ്യണം. അതേപോലെ തന്നെ സ്ത്രീക്ക് എന്തും ഇടാം, അത് എൻ്റെ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് പറയുന്നതിലും ഒരു ചെറിയൊരു ടൈറ്റ്നെസ് വരുന്നത്. അപ്പൊ അത് സ്ത്രീക്ക് മാത്രമല്ല അവിടെ. പക്ഷേ അതിനെ മറ്റൊരു നിലയ്ക്ക് നമുക്ക് കണ്ടുകൂടെ? ഇപ്പം ഒരു കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ സിലബസിന്റെ ഭാഗമായി ഹൈസ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി, എനിക്കറിയില്ല അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, പക്ഷെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സാംസ്കാരികമായ ചില ചിന്തകളാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നതിൽ അതിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു കൃത്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ലേ? അതിലൂടെ എങ്ങനെ ഈ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം നമുക്ക് അല്ല, മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട്, മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ്, ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് എന്ത്, ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് റെസ്പെക്റ്റിൽ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വ്യക്തിയാകുമ്പോൾ അത് സഹായിക്കില്ലേ? അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു 10 പീരീഡ് ക്ലാസ്സിലിരുന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അത്? അങ്ങനെയല്ല, പക്ഷെ കാലാകാലങ്ങളായ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ലേ? ഐ തിങ്ക് അത് കൂടുതലും ഒരു അല്ല, എനിക്ക് തോന്നുന്നു അത് രാഹുൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിന് ഒക്കെ അപ്പുറം നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ. ആ രീതിയിൽ കുറേ നല്ലതുമുണ്ട്, കുറേ തിന്മയുമുണ്ട്, സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ പുസ്തകത്തിലൂടെയും ഒക്കെ വാർത്തെടുക്കാൻ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന US ഒന്നും റേപ്പില്ല എന്നാണോ പറയുന്നത്? അവിടെയും ഒക്കെ ഉണ്ടല്ലോ. സോ ഇറ്റ് ഈസ് എത്ര നമ്മൾ മുമ്പോട്ട് പോയാലും പുരുഷന്റെ ഇതിലുള്ള അവിടെ ആഡ് ഓൺ ചെയ്ത് പറയാണ് അവിടെ പക്ഷേ വസ്ത്രധാരണമാണ് കാരണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷേ വാട്ട് ഐ എം സേയിങ് ഇസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പുരുഷന്റെ ചിന്താഗതികൾ എല്ലായിടത്തും ഇതേപോലെയാണ്. അത് വസ്ത്രധാരണം ആയിരിക്കത്തില്ല മോട്ടിവേഷൻ, പക്ഷെ സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസസ്, അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും. ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ എന്താ പറയുക, നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ, കുറച്ചും കൂടി ഈസിയായിട്ട് നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ്. ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വേഷമിട്ടു, എന്നിട്ട് അവർ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ എന്നെ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നതിൽ നമ്മളൊന്ന് ആലോചിക്കണം. അത് പറയുമ്പോഴേ, അത് ഞാൻ പറയുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടേ കേൾക്കുന്നവർക്ക് തോന്നുള്ളൂ, ഞാനിങ്ങനെ ഭയങ്കര, പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനത് പറയുമ്പം ആരും വിചാരിക്കരുത് ഓ കണ്ടോ അവൾ അങ്ങനെയാണ് പറയണത്, സ്ത്രീകൾ എന്തും ധരിക്കാം, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, അങ്ങനെയല്ല. ഞാൻ ലൈഫിൻ്റെ റിയാലിറ്റി അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മുടെ വസ്ത്രധാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു പുരുഷൻ്റെ കണ്ണിൽ നിന്നും ഒരു സ്ത്രീയെ ഭാരതത്തിലാണെങ്കിലും US UK എവിടെയാണെങ്കിലും കാണുമ്പോൾ ഒരു പുരുഷൻ്റെ മനസ്സിൽ വരുന്നത്, ഇന്ന് സ്ത്രീകളുടെ മനസ്സിലും അങ്ങനെയുണ്ടല്ലോ, എത്രയോ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണുമ്പോഴും ഡിസയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് അത് തോന്നുമ്പോൾ എങ്ങനെ അത് തെറ്റായി വരിക? അപ്പോൾ അങ്ങനെ ഒരു ഓൾറെഡി ഉള്ള ഒരു നിലയിൽ നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സും കൂടി ഇടുമ്പം നാച്ചുറലായിട്ട് അവരുടെ ഉള്ളിൽ ചിന്തകൾ കൂടുകയുള്ളൂ. ചിലർക്ക് ആ ചിന്തകൾ കൺട്രോൾ ചെയ്യും, ചിലർ അതിനെ വളരെ അഗ്രസീവ്, ഇറ്റ് വിൽ കം ഔട്ട് ഇൻ എ ബാഡ് വിച്ച് ഇസ് ക്രിമിനൽ. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാർ പണിഷ് ചെയ്യുക തന്നെ വേണം. ആർക്കാണെങ്കിലും ദേ ഷുഡ് ലേൺ ടു കൺട്രോൾ ദർ ഇമോഷൻസ്. പക്ഷേ ഇതൊരു കാരണമാണോ അത്തരം കാര്യങ്ങൾക്കെന്ന് ചോദിച്ചാൽ കാരണമല്ല എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ പറയുന്നത് പോലെ ഇരിക്കും. വെരി സ്പെസിഫിക് ആണ് ദീപ പറഞ്ഞത്. അപ്പോൾ ഈ അടുത്ത് മൈത്രേയൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്കറ്റ് സ്ത്രീകൾ ഇടുന്നത് അവരുടെ ലോക്കറ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കാനാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള സ്ത്രീകളുടെ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഇത്. എനിക്ക് തോന്നി, ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യത്തിന് ഒരു ശരിയും ഒരു തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലുള്ള എവിടേക്കോ ആണ് ഈ ശരികൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്. അത് രാഹുൽ തന്നെ പറഞ്ഞ് പലപ്പോഴും ഞാൻ രാഹുലിനോട് എതിർത്ത് പിന്നെ അതാണ് അതിൻ്റെ സത്യം എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ കേസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ശരിയാണ്, പക്ഷെ ഇപ്പം മൈത്രേയൻ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു,
അത് ഭയങ്കര കൂടിപ്പോയൊരു കാര്യമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ലോക്കറ്റ് ഇടുന്നത് ആ ലോക്കറ്റിൻ്റെ ഇറക്കം ഇവിടെയും ആവാം കുറച്ച് കയറിക്കിടും. പക്ഷെ ലോക്കറ്റ് ഇടുന്നതിനെ ഒന്നടങ്കം ബ്ലാങ്കറ്റായിട്ട് ഒരു ബ്ലാങ്കറ്റ് രീതിയിൽ ലോക്കറ്റ് ഇടുന്ന അങ്ങോട്ട് ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് പറയുന്നത് അതൊരു വളരെ കൂടിപ്പോയൊരു ഇതല്ലേ. അതേപോലെ തന്നെ ഈയിടെ ഞാൻ കണ്ടു എവിടെയോ നമ്മുടെ രാജ്യത്തല്ല കേട്ടോ, വേറെ ഇതൊരു ഏഷ്യൻ കൺട്രിയിലാണ്, റെഡ് ലിപ്സ്റ്റിക് ഇസ് ബാൻഡ്. റെഡ് ലിപ്സ്റ്റിക്ക് ലേഡീസ് ഇടുകയാണെങ്കിൽ അത് ചുണ്ടിലേക്ക് ആകർഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതും ഭയങ്കര ടൂ മച്ച് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം റെഡ് ലിപ്സ്റ്റിക്ക് ഇടണോ വേണ്ടിയോ എന്നുള്ളത് ഒരാളുടെ ഒരു ഇതാണ്. അങ്ങനെയാണ് റെഡ് വേണമെന്നില്ല. ഞാനൊരു പിങ്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും ചില പുരുഷന്മാർക്ക് പിങ്ക് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും ആകർഷണം തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാതിരിക്കണ്ടേ. അപ്പം ഇത് എവിടേക്കോ ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഒരു മിക്സാണ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇതൊന്നും ബോധർ ചെയ്യേണ്ട ഫുൾ ഫ്ലാഷി റെഡ് ലിപ്സ്റ്റിക്കും ഇറക്കമുള്ള ബ്ലൗസ് വിട്ട് നടക്കുകയാണോ നമ്മൾ വേണ്ടേ? നോ. പക്ഷേ ഇറ്റ്സ് എ ബാലൻസ് ഓഫ് ഹൗ ടു ബി ഫാഷനബിൾ യെറ്റ് നോട്ട് വൾഗർ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസ് ആണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നത്. അപ്പം ഒരാൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ദി മിഡ് ഓഫ് ഓൾ ഇറ്റ്. ഇപ്പം ഐ എം മോർ ഇൻക്ലൈൻ ടുവേർഡ്സ് ബീങ് മോർ കെയർഫുൾ. കുറച്ചുകൂടി കെയർഫുൾ ആൻഡ് സേഫ് ആൻഡ് ട്രഡീഷണലിലേക്കാണ് ഞാൻ കൂടുതൽ. ഞാൻ വളർന്നത് അങ്ങനെയാണ്. ഞാൻ വളരെ സേഫ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ അവളെ വളർത്തത്തുള്ളൂ. അതിൽ ശരിയില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശരിയുമുണ്ട്. അതുകൊണ്ടൊരു അബദ്ധത്തിലും പോയി നമ്മൾ ചാടത്തില്ല. അതേസമയം പുറത്തൊരു ആൾക്ക് അവളുടേതായ വേറെ കാഴ്ചപ്പാടുകളുണ്ടാവും. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇടുന്നു എന്നുള്ളൂ. അവിടെ വേറെ രീതിയായിരിക്കും അവൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ എന്നും നമ്മളൊരു സൊസൈറ്റിയിലാണെന്നും ചുറ്റുമുള്ളവരുടെ കണ്ണ് ഏത് രീതിയിലാണെന്നും ഒന്നും ആലോചിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ അത് വലിയ അപകടത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടുചെല്ലും. ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് എന്ന് പറയുന്നത്. അത് വസ്ത്രധാരണം ആവാം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയായിരിക്കാം, ചിലപ്പോൾ ലിപ്സ്റ്റിക് ആവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് വാട്ട് സൊസൈറ്റി ഐ മീൻ. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യവും കൂടെ അതിലേക്ക് ബ്ലെൻഡ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഏത് സൊസൈറ്റിയിലും ഒരു പ്രശ്നത്തിലും പോകാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിന് രണ്ടിനെയും കൂടി ഒരു മിക്സ് ആണ് ആ ഒരു. ശബരിമല വിവാദം വന്ന സമയത്തും ദീപ സ്റ്റാൻഡ് എടുത്തത് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനോടോ മറ്റോ ആയിരുന്നില്ല നേരിട്ടുള്ള വിയോജിപ്പ്, മറിച്ച് ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് അവരൊരു പെട്ടെന്നൊരു മാറ്റം വരുത്താൻ നടപ്പിലാക്കുന്ന ശ്രമങ്ങളെയായിരുന്നു എതിർത്തത് അല്ലേ? ചെറിയൊരു തിരുത്തുണ്ട് അവിടെ. തീർച്ചയായിട്ടും ശബരിമല വിഷയത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റാൻഡ് തന്നെയായിരുന്നു. അന്നും ഇന്നും എന്നും സ്റ്റാൻഡ് അത് തന്നെയായിരിക്കും. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. സ്ത്രീകൾക്ക് കയറാം. ശബരിമലയിൽ യുവതികൾ കയറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. ആ സ്റ്റാൻഡിന് യാതൊരു വ്യത്യാസവും അന്നുമില്ല ഇന്നുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അന്നത്തെ ചർച്ചകളൊക്കെ വീണ്ടും ഞാൻ എടുക്കേണ്ടി വരും. പക്ഷെ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്ന അവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദൈവങ്ങൾക്ക് ആ ഐഡലിന് ഓരോ രൂപമുണ്ട്. വിശ്വാസപരമായ കാരണങ്ങൾക്കപ്പുറം മറ്റൊരു കാരണവുമില്ല. അതെ. എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്ന ഐഡലിന്റെ ഇതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന് ചില രീതികളുണ്ട്. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയെ വർഷിപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ ഇല്ല ഞാൻ യുവതിയാണ് ഞാൻ അവിടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് വർഷിപ്പ്. വി ആർ വർഷിപ്പിംഗ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയാണ് നമ്മൾ ശബരിമലയിൽ വർഷിപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തൈക്കാട് അയ്യപ്പൻ കോവിലിലെ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. അപ്പോൾ അവിടെ യുവതികൾക്കും കയറാം. അപ്പം അവിടെ വളരെ സ്പെസിഫിക് ആയ സ്റ്റാൻഡ് തന്നെയുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് നമ്മൾ റെബൽ ചെയ്യാൻ വേണ്ടി റെബൽ ചെയ്യരുത്. നമ്മളൊരു ഡിവോട്ടി ആണോ, സത്യസന്ധമായിട്ട് നമുക്ക് വർഷിപ്പ് ചെയ്യണോ, അപ്പോൾ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ വർഷിപ്പ്. അപ്പൊ ദീപ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ മാറിയാണ്. ഞാൻ മനസ്സിലാക്കിയതോ ഞാൻ അവതരിപ്പിച്ചത് തെറ്റായിരുന്നു. അതായത് ദീപ അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ പ്രവേശിക്കണം എന്നുള്ള കാരണത്തിന് എതിർക്കുന്നതിന് ഒരു കാരണം അവിടുത്തെ ആചാരപരമായും വിശ്വാസപരമായുമുള്ള ആ ദേവതയുടെ പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ അവിടെ സ്ത്രീകൾ എല്ലാവരും കൂടി സമന്വയം ചേർന്ന് അഭിപ്രായം രൂപപ്പെടുത്തി കയറണം എന്നൊരു അഭിപ്രായത്തിലല്ല ദീപ. ഒരിക്കലും അല്ല. അതങ്ങനെ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് അന്ന് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വലിയ വിഷമം തന്നെ. നമ്മൾ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയ ഗവൺമെന്റിന് നമ്മുടെ വിഷമങ്ങൾ നോക്കാതെ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മൾ കൊണ്ട് ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന പൈസയും ഒക്കെ ആയിട്ട് അത് വെച്ച് തന്നെ കോടതിയിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെ വാദിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരുന്ന ഇതായിരുന്നു. അപ്പോൾ എത്രയൊക്കെ ചർച്ചകൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആ ശബരിമല ചർച്ചയാണ് ഞാൻ മനസ്സറിഞ്ഞിരുന്ന് സംസാരിച്ചത്. കാരണം ഇന്നും ഞാൻ പറയും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല. അത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. ഇത്രയും സമയം നമ്മളോടിരുന്ന് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയ ഡിസ്കഷൻ ആയിരുന്നു. ഒരുപക്ഷെ ഞാൻ അധികം എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ആരും എന്നെ അങ്ങനെ കരുതരുത്. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിൽ നിന്ന് വളരെ മനോഹരമായ വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു ദീപയായിട്ടുള്ള ഡിസ്കഷൻ. മാത്രമല്ല വളരെ ഓണസ്റ്റ് ആയിട്ട് ആൻസർ പറയുമ്പോൾ ആ ഡിസ്കഷൻ അങ്ങനെ ആവുന്നതാണ് സ്വാഭാവികമായി. പക്ഷെ അവസാനമായിട്ട് ദീപയ്ക്ക് പ്രേക്ഷകരെ അഡ്രസ് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം പ്രേക്ഷകരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ട്രൈ ടു ബി യുവർ സെൽഫ്. നമ്മളായിട്ട് തന്നെ എന്നും ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഇന്ന് പലപ്പോഴും നമ്മൾ വേറെ ആരും ആവാൻ ശ്രമിക്കുകയാണ്. എനിക്കൊന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷനിൽ 1-2 പോയിന്റ്സ് അതിലേക്ക് വന്നു. ഇപ്പം സ്ത്രീ പുരുഷനാവാൻ വേണ്ടിയും പുരുഷനെ പോലെ ആവാൻ വേണ്ടിയും സ്ത്രീ പുരുഷൻ പോട്ടെ, അല്ലെങ്കിൽ തന്നെ നമ്മളല്ലാത്ത ഒരാളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നമ്മളങ്ങ് കോമ്പറ്റീഷനാണ്. നമ്മളല്ലാത്തൊരു പേഴ്സണാലിറ്റിയായി നമ്മൾ മാറാൻ വേണ്ടി. ഐ തിങ്ക് സ്റ്റേയിങ് ഒറിജിനൽ ആൻഡ് ട്രൈങ് ദാറ്റ് അത് ഭയങ്കര ഒരു ഇതായിരിക്കും, ഭയങ്കര ഒരു എഫക്റ്റീവായ ഒരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ലൈഫിൽ എന്നും ഒരു ശരിയും ഒരു തെറ്റും ഉണ്ട് എന്ന് വിചാരിക്കാതെ ഒരു ഫുൾ പെർസ്പെക്റ്റീവിൽ എവിടെയോ ഒരു ശരിയുണ്ട് എന്നുള്ളത് വിശ്വസിച്ച് മുൻപോട്ട് പോവുക. ഞാൻ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്, പക്ഷേ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഡു നോട്ട് തിങ്ക് അബൌട്ട് ദി പാസ്റ്റ് ആൻഡ് ദി ഫ്യൂച്ചർ, പ്ലീസ് ലിവ് ഇൻ ദി പ്രസൻറ്റ്. ഇത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ പാസ്റ്റും ചിന്തിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് ആലോചിക്കുകയും ചെയ്യാം. ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. വളരെ പീസ്ഫുള്ളായിട്ട് ലൈഫിൽ സമാധാനം, അതാണ് ലൈഫിൽ ഏറ്റവും വേണ്ടത്. നമുക്ക് സമാധാനം തരുന്ന എന്താണോ അത് ചെയ്യാം. താങ്ക് യു. ആത്മീയതയിലേക്ക് അവസാനം എത്തി അറിയാതെ. ആത്മീയതയുടെ പീക്കിലാണ് പറയുന്നത് ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. അതെ കറക്റ്റ്. താങ്ക് യു ദീപ, ഇത്രയും നല്ലൊരു ഡിസ്കഷന് ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന്. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹരി. ഈ യൂട്യൂബ് ചാനൽ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പം അതിനിയും ഒരുപാട് മുൻപോട്ട് പോട്ടെ. ആൻഡ് ഹരിയെ എനിക്ക് അല്ലാതെ തന്നെ അറിയാം. എനിക്കറിയില്ലായിരുന്നു ഹരിക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു ആങ്കറിൻ്റെ ഒരു വശം കൂടി ഉണ്ടെന്ന്. സോ യു ബീൻ എ ഗ്രേറ്റ് ഹോസ്റ്റ്. താങ്ക് യു സോ മച്ച് ഹരി. താങ്ക് യു. താങ്ക് യു.